അല്ല, അതിൽ രണ്ട് ഭാഗമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പാർട്ടിയുടെ സ്വാധീന കേന്ദ്രങ്ങളുടെ അടക്കം BJPക്ക് വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതൊരു സത്യമാണ്. എന്നാൽ അത് സ്ഥായിയായ BJPയുടെ സ്വാധീനമല്ല. അതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ന്യൂനപക്ഷമായ അഥവാ ഭൂരിപക്ഷം കിട്ടാത്ത UDFന് ഭൂരിപക്ഷമുള്ള അതേ വാർഡിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിച്ചല്ലോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഇത്തരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ജനങ്ങളിൽ ഒരു വിഭാഗം കേന്ദ്രം, അത് സംസ്ഥാന ഇടതുപക്ഷം ഭരിക്കും പോലെയല്ല, കേന്ദ്രത്തിൽ ഒരു ഭരണമാറ്റവും അല്ലെങ്കിൽ മറ്റൊന്നെങ്കിലും ഉണ്ടാകണമെന്ന് കരുതിയിട്ട് കോൺഗ്രസ് അനുകൂലമായി UDFന് വോട്ട് ചെയ്തവരുണ്ട്, ചിലർ BJPക്ക് വോട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അത്തരം മേഖലയിൽ ഞങ്ങളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തി സ്ഥായിയായ ഒരു വിരോധം ജനങ്ങൾക്ക് CPMനോടില്ല. അത് ഞങ്ങൾ മാറ്റിയെടുക്കുക തന്നെ ചെയ്യും. നമസ്തേ, ജന ഡിബേറ്റിലേക്ക് സ്വാഗതം. കണ്ണൂരിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ BJP അപ്രതീക്ഷിതമായി കടന്നുകയറുന്നുവെന്ന് CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശം. പാർട്ടി കോട്ടകളിൽ ഇതുവരെ ഇല്ലാത്ത വോട്ട് ചോർച്ച. ഈ വോട്ട് ചോർച്ച ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്നത് BJPക്കാണ് എന്നത് നേതാക്കളുടെ ഉറക്കം കെടുത്തുകയാണ്. CPMന്റെ ഉരുക്കുകോട്ടകളായ കയ്യൂരും കരിവള്ളൂരും മുഖ്യമന്ത്രിയുടെ തട്ടകമായ പിണറായിയിൽ പോലും BJP വേരുറപ്പിക്കുന്നത് CPMന് വലിയ തലവേദനയാകുകയാണ്. കേരളത്തിൽ BJPയുടെ വളർച്ച അടിസ്ഥാന വോട്ടുകൾ ചോർത്തിക്കൊണ്ടാണെന്ന പാർട്ടി കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന് 6 മാസത്തിനിടയിലാണ് കണ്ണൂരിൽ നിന്നും ഈ ആശങ്ക CPM പങ്കുവെക്കുന്നത്. ഇത് പ്രവർത്തന റിപ്പോർട്ടിൽ മാത്രമല്ല, പുറത്ത് വാർത്താ മാധ്യമങ്ങളോട് സംസാരിച്ച MV ജയരാജനും ഇക്കാര്യം സ്ഥിരീകരിക്കുകയാണ്. ചെങ്കോട്ടയിലെ വിള്ളലിൽ ഞെട്ടിത്തെറിക്കുകയാണ് CPM. ജന ഡിബേറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി പങ്കെടുക്കുന്നത് BJP പ്രതിനിധി അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ, ഇടത് സൈദ്ധാന്തികൻ പാണ്ഡ്യാല ഷാജി, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് സതീഷ് വാസന്ത് എന്നിവരാണ്. ആദ്യം ശ്രീ VP ശ്രീ പത്മനാഭനിലേക്കാണ്. ശ്രീ പത്മനാഭൻ, ഇത് ചെങ്കോട്ടയിൽ വലിയ വിള്ളലോ എന്ന വലിയ ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള അവലോകന റിപ്പോർട്ടിൽ CPM കൃത്യമായി ഈ ആശങ്ക പങ്കുവെച്ചുകൊണ്ടുള്ള പ്രവർത്തന റിപ്പോർട്ടാണ് കീഴ് ഘടകങ്ങളിലേക്ക് ചർച്ച ചെയ്യാൻ കൊടുത്തത്. അവിടെ പറഞ്ഞത് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും ഇത്തവണ BJPയിലേക്ക് വലിയ വോട്ട് ഒഴുകുന്നൊരു സാഹചര്യമുണ്ടായി. മാത്രവുമല്ല, ഏറ്റവും ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് CPMന്റെ അടിസ്ഥാന വോട്ട് ബാങ്ക്, അടിസ്ഥാന വോട്ടുകളിലാണ് ഈ വലിയ കടപുഴക്കം ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് CPMന്റെ ആശങ്കയെ നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടത്? അല്ല, ഇതില് CPMന്റെ ആശങ്ക അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഈ ബേജാറിന്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. അത് പ്രധാനമായും പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായ പരാജയമാണ്. ഇപ്പൊ നമുക്കറിയാം പശ്ചിമ ബംഗാളിൽ എന്താ സംഭവിച്ചത്. പശ്ചിമ ബംഗാളിലെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അത് തൃണമൂൽ കോൺഗ്രസ് ആയി മാറി. അതായത് കോൺഗ്രസ്സുകാരിൽ 90% തൃണമൂൽ കോൺഗ്രസ് ആയി. അതോടൊപ്പം സംഭവിച്ചത് 2011 ശേഷം പതുക്കെ CPM അണികളും അവരുടെ പ്രാദേശിക നേതാക്കന്മാരും BJPയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. കുറച്ചാളുകൾ തൃണമൂൽ കോൺഗ്രസിലേക്കും പോയിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥ, പശ്ചിമ ബംഗാളിൽ ഒരു 45-43% വോട്ടോട് കൂടി തൃണമൂൽ കോൺഗ്രസ് 1ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഒരു 37 മുതൽ 40 വരെ വോട്ട് വാങ്ങി BJP 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. മറുഭാഗത്ത് CPMും കോൺഗ്രസും ചേർന്ന് സഖ്യമുണ്ടാക്കിയിട്ടും അവർക്ക് 10% വോട്ട് പോലും നേടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? CPMന്റെ അണികളും പ്രവർത്തകരും നേതാക്കന്മാരും വലിയ ഒരു പരിധി വരെ ഭാരതീയ ജനതാ പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായി. ഇത് തന്നെയാണ് ത്രിപുരയിൽ സംഭവിച്ചിട്ടുള്ളത്. ത്രിപുരയിൽ CPMനെ 25 കൊല്ലക്കാലം തുടർച്ചയായി ഭരിച്ചതിന് ശേഷം 2018 ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോൾ അവിടെ CPM പരാജയപ്പെട്ടു, BJP വിജയിച്ചു. അത് കേവലം 1.5% വോട്ട് മാത്രം 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച BJP
2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ത്രിപുരയിൽ അധികാരത്തിൽ വരികയാണ് 40%-ലധികം വോട്ട് നേടിക്കൊണ്ട്. അത് തുടർച്ചയായി വീണ്ടും ആ വിജയം ആവർത്തിക്കുന്നു. 2023 BJP ഭരണം നിലനിർത്തി. 2019-ലെയും 24-ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ത്രിപുരയിലെ 2 സീറ്റിൽ BJP വിജയിച്ചു. അപ്പോൾ ഇത് കേരളത്തിൽ ആവർത്തിക്കുന്നുണ്ടോ എന്ന ഒരു ബേജാറ് CPM-ന് വന്നിട്ടുണ്ട്. അതിന് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ചില നിയോജക മണ്ഡലങ്ങളുടെ പേര് പറയാം. ആറ്റിങ്ങൽ, ആലപ്പുഴ, തൃശ്ശൂര് പോലുള്ള മണ്ഡലങ്ങൾ. ഈ മണ്ഡലങ്ങളിൽ CPM-ന്റെ വോട്ടിൽ വല്ലാത്ത ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ വോട്ടിൽ വല്ലാത്ത ചോർച്ച ഉണ്ടായിട്ടുണ്ട്. കാരണം ആറ്റിങ്ങലിൽ CPM-ന് 3,27,000 വോട്ട്, കോൺഗ്രസിന് 3,28,000 വോട്ട്, BJPക്ക് 3,11,000 വോട്ട് കിട്ടി. ആലപ്പുഴയിൽ BJPക്ക് 3,00,400 വോട്ടിന്റെ കുറവേ ഉള്ളൂ. അപ്പൊ ഇത് തെക്കൻ കേരളത്തിൽ വളരെ പ്രകടമാണെങ്കിൽ വടക്കൻ കേരളത്തിലും ഇത് മോശമല്ലാത്ത രീതിയിൽ ചില പ്രദേശങ്ങളിൽ, ചില ഗ്രാമങ്ങളിൽ, പാർട്ടി ഗ്രാമങ്ങളിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഇവര് തന്നെ പറഞ്ഞ ചില പാർട്ടി ഗ്രാമങ്ങളുണ്ട്. കണ്ണൂർ ജില്ലയിലെ പിണറായി, കരിവള്ളൂർ എന്നൊക്കെ പറയുന്ന ഗ്രാമങ്ങൾ. അവിടെ മറ്റു പാർട്ടിക്കാർക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു. അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതൊക്കെ സ്വല്പം മാറിയിട്ടുണ്ട്. ആ ഒരു സ്വഭാവം അവസാനിപ്പിച്ചതിന്റെ ഫലമായി രാഷ്ട്രീയ രംഗത്ത്, പ്രവർത്തന രംഗത്ത് ശാന്തിയും സമാധാനവും ഉണ്ട് കണ്ണൂർ ജില്ലയിൽ. അവിടെ ആർക്കും ഏത് മേഖലയിലും കയറി ചെന്ന് രാഷ്ട്രീയ പ്രചരണം നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായി ജനങ്ങളിൽ ഉണ്ടായ മാറ്റം ഇപ്പൊ പ്രകടമാണ്. പല ഗ്രാമങ്ങളിലും BJPക്ക് അനുകൂലമായി വോട്ടുകൾ പ്രതീക്ഷിക്കാത്ത എണ്ണത്തിൽ വീഴുന്നുണ്ട്. അപ്പൊ ഇത് CPM കാണുന്നത് ബംഗാളിന്റെയും ത്രിപുരന്റെയും വഴിക്ക് പോകുമോ എന്നൊരു ബേജാർ അവർക്കുണ്ട്. അതാണ് അവരുടെ കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടിലും ഇപ്പോൾ പാർട്ടി കണ്ണൂർ ജില്ലാ സമ്മേളനങ്ങളുടെ ചർച്ചയിലും ഒക്കെ തെളിഞ്ഞു കാണുന്നത്. അപ്പോൾ ഇത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു യാഥാർത്ഥ്യത്തിന്റെ പ്രതിഫലനമാണ് ഈ കാണുന്നത്. വരുന്ന നാളുകളിൽ ഇത് തടയാൻ CPM വലിയ തോതിൽ ശ്രമം നടത്തും. പക്ഷെ ഞങ്ങൾക്കാകെയുള്ള ഒരു ആശങ്ക 80-കളിലും 90-കളിലും സംഭവിച്ചതുപോലെ അക്രമ രാഷ്ട്രീയം ഇതിന്റെ പേരിൽ നടക്കരുത് എന്ന ഒരു പ്രാർത്ഥന മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആർക്കും എവിടെയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണം. ആർക്കും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. ആ സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ടാണ് കണ്ണൂർ ജില്ലയിലെ പല പാർട്ടി ഗ്രാമങ്ങളിലും അങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടായത്. ഇന്നത് മാറിയിട്ടുണ്ട്. കാരണം പുതിയ തലമുറയ്ക്ക് അതിലൊന്നും താല്പര്യമില്ല. അവര് ഇന്റർനെറ്റിന്റെ യുഗത്തിൽ ജീവിക്കുന്നവരാണ്, ലോകം മനസ്സിലാക്കുന്നവരാണ്, ഇന്ത്യയിൽ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുന്നവരാണ്. അപ്പൊ അവര് മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. യെസ്, ഞാൻ അങ്ങയിലേക്ക് എത്താം. ഇതാണ് നിലവിൽ CPM ദേശീയ തലത്തിൽ ചിന്തിക്കുന്ന വികാരം. ത്രിപുരയുടെയും പശ്ചിമ ബംഗാളിൻ്റെയും ഗതിയിലേക്ക് കേരളം മാറുകയാണോ എന്ന വലിയ ആശങ്ക നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് സതീഷ് വാസന്തിലേക്കാണ്. അഡ്വക്കേറ്റ് സതീഷ്, ഇപ്പോൾ നോക്കൂ, കണ്ണൂരിലെ വിപ്ലവ ഭൂമിയിൽ നിന്നാണ് ഇത്തരത്തിൽ നിങ്ങളുടെ വോട്ട് ബാങ്കിൽ വലിയ ചോർച്ചയുണ്ടാകുന്നു. അത് കോൺഗ്രസിലേക്കാണ് പോയതെങ്കിൽ ചെറിയൊരു ആശ്വാസത്തിന് വകയുണ്ടായിരുന്നു. പക്ഷേ അടിസ്ഥാന വോട്ടുകളടക്കം കടപുഴകി പോകുന്നത് BJPയിലേക്കാണ്. ഇത് വലിയ അസ്വസ്ഥത പാർട്ടി കേന്ദ്രങ്ങളിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു തനിയാവർത്തനമാണ് പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ കാണാനായത്. എന്താണ് കണ്ണൂരിൽ പാർട്ടിക്ക് സംഭവിക്കുന്നത്? ഇപ്പം 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആ അവലോകനമാണ് ഇപ്പം കണ്ണൂരിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി CPM ജില്ലാ സമ്മേളനത്തിന് വെച്ചിട്ടത്. അതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കിട്ടിയ നമ്മുടെ പരമ്പരാഗത വോട്ടുകളുണ്ട്, CPM-ൻ്റെ പരമ്പരാഗത ആ വോട്ടുകൾക്ക് ചോർച്ച വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചോർച്ച എവിടെ നികത്താം? അത് ഇപ്പം കൂടുതൽ BJPക്ക് പോകുന്നുണ്ടോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി വളരെ രീതിയിലാണ് പറഞ്ഞത്, അത് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ലെന്നേ. അങ്ങനെ നമ്മൾ പോകുമ്പോഴത്തേക്കും അവിടെ എവിടെയാണ് നമുക്ക് ചോർച്ച ഉണ്ടായിട്ടുള്ളത്? ഇപ്പം നേരത്തെ BJPയുടെ വക്താവ് പറഞ്ഞ പോലെ ഇപ്പം കേരളം എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളും ത്രിപുരയും പോലെയൊന്നും അല്ല, അത് മനസ്സിലാക്കണം. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ എന്താണ് പറ്റിയത്? പശ്ചിമ ബംഗാളിൽ പറ്റിയത് അവിടെ എന്ന് പറയുന്നത് കുറേ CPM-ൻ്റെ മുതിർന്ന നേതാക്കന്മാർ നിരന്തരം ഭരിച്ചുകൊണ്ടിരുന്നു.
അത് പിന്നെ ചെറുപ്പക്കാരുടെ ഇടയിൽ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കി അവിടെ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാലോ സന്തൂർ ഗ്രാമത്തിൽ ടാറ്റ തുടങ്ങിയ ഒരു വിഷയമാണ് അത് വലിയൊരു വിഷയമായിട്ട് മാറ്റിയത്. അത് കഴിഞ്ഞിട്ട് ത്രിപുരയിൽ വന്നാലും അങ്ങനെ ഒരു നമുക്കൊരു അപജയം വന്നിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ പുതിയ തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി CPM നിങ്ങൾ നോക്കി നോക്കും. ഇപ്പോഴത്തെ പുതിയ MLA ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് 75 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് പാർട്ടിയിലോ ഇതിലോ ഇല്ല, പുതിയ തലമുറകളാണ് വരുന്നത്. നിങ്ങൾ പുതിയ ജില്ലാ സെക്രട്ടറിമാരെ CPM നമ്മൾ തിരുവനന്തപുരം എടുത്തെടുക്കാമല്ലോ, ആരാണ് ഇരിക്കുന്നത്, ജോയി എത്ര വയസ്സായി അദ്ദേഹത്തിന് വയസ്സായി, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ പഴയ ഒരു ഘടകമല്ല, അത് പുതിയ ഘടകത്തിലേക്ക് മാറിയിരിക്കണം. അതുപോലെ തന്നെ MLA 2 പ്രാവശ്യത്തിൽ കൂടുതലും മത്സരിക്കല്ലേ എന്നൊക്കെ മന്ത്രിമാരാണെങ്കിൽ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും മന്ത്രിമാരെ സ്ഥാനത്ത് കൊടുക്കല, അങ്ങനെയല്ലേ എല്ലാം നോക്കിയത്. അപ്പം പരമ്പരാഗതമായ നമ്മളെ വോട്ടുകൾക്ക് ചില വിള്ളലുകൾ എവിടെ സംഭവിച്ചു? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അത് നിയമസഭയിലോ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലോ. സതീഷ് വാസന്ത്, ഇത് നിയമസഭയോ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പോ എന്നതല്ല വിഷയം. കേരളത്തിലെ മറ്റ് ജില്ലകളിലെ ഒരു സാഹചര്യമല്ല പാർട്ടിയെ സംബന്ധിച്ച് കണ്ണൂരിലുള്ളത്. കണ്ണൂർ എന്ന് പറയുന്നത് പാർട്ടിയുടെ പവർ ഹൗസാണ്. അവിടെ പാർട്ടിയുടെ ചിഹ്നം കണ്ടാൽ വോട്ട് ചെയ്യുന്ന കേഡർമാരാണ് 90%. അങ്ങനെ നിൽക്കുന്ന ഒരു ജില്ലയിൽ നിന്നാണ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളെ കടപുഴക്കിക്കൊണ്ടുള്ള ഈ വോട്ട് ചോർച്ച വരുന്നത്. അത് അംഗീകരിക്കൂ ആദ്യം. ഞാൻ പറഞ്ഞു തരാം. പക്ഷേ അത് റെക്ടിഫൈ ചെയ്യപ്പെടുന്നത് ഇങ്ങനെ പുതിയ നേതൃത്വത്തെ കൊണ്ടുവന്നുകൊണ്ട് അങ്ങനെ അത് പരിഹരിക്കപ്പെടുമോ എന്നതാണ് പ്രശ്നം. പുതിയ തലമുറകൾ വന്നപ്പോഴത്തേക്ക് CPM-ന്റെ അടിയുറച്ച സഖാക്കൾ എന്ന് പറയുന്നത് പാർട്ടി നേതൃത്വം എന്ത് പറയുന്നോ, എന്ത് നിലപാടെടുക്കുന്നോ അത് അപ്പാടെ വിഴുങ്ങുന്ന, മറുചോദ്യം ഉന്നയിക്കാൻ ത്രാണിയില്ലാതെ അപ്പാടെ വിഴുങ്ങുന്ന ഒരു സംഘടനാ സംവിധാനം. CPM-ന്റെ ഉൾപാർട്ടി ജനാധിപത്യമൊക്കെ എത്രയുണ്ടെന്ന് നമുക്കറിയാം. പുറത്ത് വലിയ വാദഗതികളൊക്കെ പറയും. വലിയ ജനാധിപത്യം, ഉൾപാർട്ടി ജനാധിപത്യം അങ്ങേയറ്റം നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് എന്നൊക്കെ. പക്ഷേ നിലവിലുള്ള നേതൃത്വത്തിനെതിരെ ഒരക്ഷരം മിണ്ടിയാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ പാർട്ടിക്ക് പുറത്താണ്. ഈ സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് പാർട്ടിയുടെ വിപ്ലവ ഭൂമികകളിൽ നിന്നുണ്ടായി വോട്ട് ചോർച്ചയാണ്. അതാണ് CPM-നെ അലോസരപ്പെടുത്തുന്നത്. അതിലേക്ക് വരൂ. അതുകൊണ്ടല്ലേ അത് അംഗീകരിച്ചുകൊണ്ടല്ലേ ജില്ലാ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സഖാവ് ജയരാജൻ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ 100% എൻ്റെ റിപ്പോർട്ട് കറക്റ്റാണെന്നല്ലേ പറയുന്നത്. അങ്ങനെ നമ്മളെ പാർട്ടി ഗ്രാമങ്ങളിലും നമുക്ക് പരമ്പരാഗത കിട്ടിയിട്ടുള്ള വോട്ടുകളിൽ വിള്ളൽ വന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ BJPക്ക് പോയിട്ടുണ്ട്. അത് നമ്മൾ എങ്ങനെയാണ് തിരിച്ച് നമുക്ക് കൊണ്ടുവരേണ്ടതെന്നുള്ള സംവിധാനത്തിൽ ജില്ലാ റിപ്പോർട്ട് വരുന്നത്. നോക്കൂ, നിങ്ങൾ ഒരു കാര്യം ചെയ്യട്ടെ, ഈ CPM പോലത്തെ ഒരു പാർട്ടി അല്ലാതെ വേറെ ഏത് പാർട്ടിയാണ് 3 വർഷത്തിലൊരിക്കൽ ബ്രാഞ്ച് ഏരിയ ജില്ല ലോക്കൽ സമ്മേളനങ്ങൾ നടത്തി വരുന്നത്? ഇപ്പോൾ BJPക്ക് 28 അല്ലെങ്കിൽ 30 ജില്ലാ പ്രസിഡന്റുമാർ വച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയാണ്? എല്ലാം നോമിനേറ്റഡ് അല്ലേ? കോൺഗ്രസ്സിൽ എങ്ങനെയാണ്? എല്ലാം നോമിനേറ്റഡ് അല്ലേ? നോക്കൂ, അങ്ങനത്തെ ഉള്ളൊരു പാർട്ടിയല്ല ഈ പാർട്ടിയിൽ. അപ്പം പാർട്ടിയിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നികത്തണം. ഒരു സെക്കൻഡ് അങ്ങയിലേക്ക് വരാം. നോമിനേറ്റഡ് ആയാലും എലക്റ്റഡ് ആയാലും പാർട്ടി നേതൃത്വത്തിന് മാത്രം താല്പര്യമുള്ള ആളുകളെ നേതൃനിരയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി 2 പതിറ്റാണ്ടിലധികമായി CPM-ൽ നടക്കുന്നത്. ശ്രീ പാണ്ഡ്യാല ഷാജി, ഈ മൊറാഴയിലും അതുപോലെ പിണറായി ഗ്രാമത്തിലും കരിവള്ളൂരിലും ഒക്കെ എന്താണ് സംഭവിച്ചത്? ഇതിൻ്റെ വലിയൊരു ആശങ്ക ഇന്ന് ജില്ലാ സമ്മേളനത്തിൽ ഇന്നലെ സമർപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പങ്കുവെക്കുകയാണ്. നേരത്തെ ഇത് ഒളിച്ചും പാത്തും പതുങ്ങിയും പറഞ്ഞുകൊണ്ടിരുന്നത് വളരെ കൃത്യമായി പാർട്ടി അണികളെ ബോധ്യപ്പെടുത്താനുള്ളൊരു ശ്രമമാണോ ഇപ്പോൾ CPM നടത്തുന്നത്? മേഡം, അതല്ല യഥാർത്ഥത്തിൽ വരുന്ന വിഷയം. എന്താ പറഞ്ഞാൽ CPM എന്ന് പറഞ്ഞൊരു പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി അത് കൈവിട്ടൊരു കാലം കുറയായി. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കേഡർമാർ എന്ന് പറയുന്നവർ വാസ്തവത്തിൽ ഇല്ല. കേഡർമാരുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ വോട്ട് ചോർച്ച സംഭവിക്കില്ല. ഒരു പാർട്ടി സംഘടനാ സംവിധാനം എന്താണ് എന്ന് അറിയാതെ സംസാരിക്കുകയാണ് വക്കീൽ CPM-ന്റെ പ്രതിനിധീകരിച്ചു വന്നിരിക്കുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്താണെന്നുള്ളതിനെ കുറിച്ച് സാമാന്യമായ
ഒരു അടിസ്ഥാന ധാരണ പോലും ഇല്ല എന്ന് ഖേദപൂർവ്വം പറയേണ്ടി വരും. വോട്ട് ചോർന്നു പോകുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് പാർട്ടി എന്താണെന്ന് പാർട്ടി വെക്കുന്ന പ്രത്യയശാസ്ത്രപരമായിരിക്കുന്ന ധാരണകൾ, അടിസ്ഥാന ധാരണകൾ ആ പാർട്ടിക്ക് കൈമോശം വന്നിരിക്കുന്നു എന്നാണ്. അതാണ് പ്രാഥമികമായ പാഠം. ഇതുകൊണ്ടാണ് ചോർച്ച സംഭവിക്കുന്നത്. അപ്പം അത്തരമൊരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ട കാരണം എന്ത് എന്നതാണ് രണ്ടാമത്തെ വിഷയം. ആ രണ്ടാമത്തെ വിഷയം ഒന്ന്, ഇപ്പം തന്നെ ഈ പാർട്ടിയുടെ CPM-ന്റെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി MP ജയരാജൻ നടത്തിയിരിക്കുന്ന വാർത്താ സമ്മേളനത്തിനകത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. 6 മാസത്തിലൊരിക്കൽ അനുഭാവികൾക്ക് വരെ പാർട്ടി ക്ലാസ് കൊടുക്കും. നിങ്ങൾ എന്താണ് പഠിപ്പിക്കുക? ബേസിക്കായ ചോദ്യം ഞാൻ ചോദിക്കുന്ന അടിസ്ഥാനപരമായ ചോദ്യമാണ്. ഈ പടക്കുന്ന സമ്മേളനങ്ങൾക്കകത്ത് നിങ്ങൾ എന്ത് അടിസ്ഥാന രേഖ വെച്ചുകൊണ്ടാണ്, എന്ത് പ്രമേയം വെച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ സമ്മേളനത്തെ ചർച്ച ചെയ്തത്? എന്താണ് ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാതെ നിങ്ങൾ സംസാരിക്കുമ്പോഴാണ് നിങ്ങളെന്ത് വരുന്നതെന്നറിയോ? ഈ സമ്മേളനത്തിനകത്ത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 500-ൽ പരം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ, പോലീസുകാരുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്ന, പോളിറ്റ് ബ്യൂറോവിനെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രിയായി 2ാം വട്ടവും വന്നിരിക്കുന്ന ഒരാൾ സമ്മേളനത്തിന് പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് അവിടെ ഇരിക്കുന്നു. നിങ്ങൾ എന്ത് ചർച്ചയാണ് അതിനകത്ത് നടത്തുക? എന്ത് ചർച്ചകൾ നടത്തും? ഇതിനേക്കാളെല്ലാം ഉപരിയായി ഈ ഡെലിഗേറ്റ്സിന്റെ അടുത്ത് ഇയാളുടെ സുരക്ഷയുടെ ഭാഗമായി ഇതിനകത്ത് എത്ര ആളുകളെ മഫ്തിയിൽ അതിനകത്ത് ഇരുത്തിയിട്ടുണ്ട് എന്നതിന് വിശദീകരിക്കാൻ MP ജയരാജൻ തയ്യാറാവും? അതല്ലെങ്കിൽ നേരത്തെ ഇപ്പൊ ചർച്ചയിൽ പങ്കെടുത്തിരിക്കുന്ന അഡ്വക്കേറ്റ് തയ്യാറാവും? നമ്മൾ ഒരു വസ്തുതയെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ വസ്തുതയെ വസ്തുതയായി കണ്ട് വിലയിരുത്താനുള്ള സാമാന്യമായ ജില്ലാ സമ്മേളനത്തിന്റെ അകത്തൊന്നും കയറ്റൊന്നുമില്ല. എന്താ സാറേ പറയുന്നത്? ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധികളല്ലാതെ ഒരു കാരണവശാലും അതിന്റെ അകത്തൊന്നും ഇപ്പൊ കാലത്തും അങ്ങനെ തന്നെ ഒരു പ്രതിനിധി സമ്മേളനത്തിന്റെ പ്രതിനിധികളല്ലാതെ വക്കീലെ എന്തെങ്കിലും വെറുതെ ഞാൻ പറയട്ടെ, വക്കീലെ അസംബന്ധം പിടിച്ചു പറയല, അസംബന്ധം പിടിച്ചു പറയല. നിങ്ങൾക്ക് ഒന്നാമത് പാർട്ടി എന്താണ് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ഈ പാർട്ടി എന്താണെന്ന് അറിയുമ്പോൾ ഈ മാതിരി വിട്ടിത്തങ്ങൾ ഇതിനകത്ത് വന്ന് സംസാരിക്കുന്നത് നിങ്ങൾ എന്താ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് എന്താ പാർട്ടി എന്താ നിങ്ങൾ എന്നെ പഠിപ്പിക്കുക? എന്താ നിങ്ങൾ വിളിച്ചു പറയുന്നത്? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് കണ്ടിക്കുന്നത് അങ്ങനെ പറ്റൂ? അറിയാമല്ലോ, അറിയാലോ. അല്ല, അങ്ങനെ പ്രതിനിധി സമ്മേളനത്തില് മഫ്തിയിലെ ആൾക്കാർ ആവശ്യമില്ലാതെ സംസാരിച്ച് സമയം കൊല്ലല്ല. നിങ്ങൾ ഞാൻ സംസാരിക്കുന്നത് പറഞ്ഞിട്ടാണ് നിങ്ങൾ വന്നത്. നിങ്ങളുടെ ഒരു അക്ഷരം സംസാരിക്കാൻ പിന്നെ ഞാൻ വിടില്ല. അവിടെ ആ സംഭവമാണ് വിടുക, അതങ്ങോട്ട് മാറ്റി നിർത്ത്. ഞാൻ പറയുന്നത് 1939 പിണറായി പാറപ്പുറം സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിനകത്ത് ഡെലിഗേറ്റ്സിനെ കൊണ്ടുപോകാൻ സ്വകാര്യമായി കൊണ്ടുപോയിരിക്കുന്ന ഒരാൾ എന്റെ അച്ഛനാണ്. ഇതുപോലെ ഉണ്ടാക്കുന്ന ഒരുപാട് കേഡേഴ്സ് ഉണ്ട്. അവര് കണ്ണ് വെട്ടിച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? പാർട്ടിയുടെ രൂപീകരണ സമ്മേളനം നടക്കുന്നത് അവിടെ. ഇന്ന് നടക്കുന്നത് എങ്ങനെയാണ്? പള്ളിപ്പറമ്പിൽ 500 പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പ്രതിനിധിയായി, പോളിറ്റ് ബ്യൂറോ മെമ്പറായി, മുഖ്യമന്ത്രിയായിരിക്കുന്നയാൾ അവിടെ വരുന്നത്. നിങ്ങൾ എന്ത് ചർച്ച നടത്തും അവിടെ? എന്ത് ചർച്ചകൾ നടത്തും? അയാളെ കണ്ടാൽ തന്നെ ആ സമ്മേളനത്തിനകത്ത് ഒരാൾ ചർച്ച നടത്തൂല. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എനിക്കറിയാം, അതുകൊണ്ടാണ് പറയുന്നത്. ആ വിഷയത്തേക്കല്ല പോണ്ടത്. അപ്പൊ വിഷയം എന്താണ്? ഇതിനകത്ത് എന്തുകൊണ്ടാണ് ചോർച്ച സംഭവിക്കുന്നത് പരിശോധിക്കട്ടെ. ഞങ്ങൾ അത് ചോരുന്നില്ല എന്നാലോചിക്കുന്ന വാദം ഞാൻ മറിച്ച് വേറൊരു സംഭവം കൂടി ഞാൻ പറയാം. പുത്തനായി വന്നിരിക്കുന്ന കേഡസത്തിലാണ് ഇപ്പൊ നിങ്ങളുടെ അതിനകത്ത് വന്നത്. ന്യൂനപക്ഷത്തിനകത്ത് നിന്ന് MP രാജൻ വെച്ച കണക്കിട്ടില്ല 331 ആളാ വന്നത് അല്ലേ? ബാക്കിയുള്ള ആളെടുത്തു. എന്തേ കാരണം? ക്രിസ്ത്യൻ സമുദായത്തിന് അത്രയുമില്ല, ദളിത് പിന്നോക്ക വിഭാഗത്തിന് അത്രയുമില്ല. ഇതില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? മെജോറിറ്റി ആയിരിക്കുന്ന ആളുകൾ ഇതിനകത്ത് പുറത്തു നിൽക്കുന്നു എന്നാണ്. ഇത് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഈ കാരണം അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തില്ല? നിങ്ങൾക്ക് ഒരു ധാരണയുമില്ല, പാർട്ടി എന്താണെന്ന് അറിയില്ല. ഇവിടെയാണ് ബംഗാളിലെ CPIM-ന്റെ പ്രമുഖ നേതാവും ഏറ്റവും പ്രഗത്ഭനായ ധനകാര്യ മന്ത്രിയായിരിക്കുന്ന ഡോക്ടർ അശോക് മിത്ര എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമിയിൽ എഴുതിയിരിക്കുന്ന ഗംഭീരമായ ലേഖനമുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞത് കണ്ട അണ്ടനും അടകോടനും പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്താൽ പാർട്ടി ഇങ്ങനെയായി തീരുമെന്നാണ്. ഇപ്പോൾ നിങ്ങൾ ഈ 65,000 കണക്ക് പറയുന്നുണ്ടല്ലോ, കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളതാണെന്ന് പറയുന്നത്. ഈ 65,000 കണക്ക് അതിൽ ക്വാളിറ്റികൾ എത്ര പാർട്ടീസ് ആക്കലുണ്ട്? ഒരു പാർട്ടീസ് സഖാവില്ല എന്നുള്ളതുകൊണ്ടാണ് സഖാവെ അതിന്റെ ചർച്ച നടക്കാത്തത്. അതുകൊണ്ടാണ് ചർച്ച നടക്കാത്തത്. അപ്പൊ ഈ ചർച്ച നടക്കാതാവുമ്പോൾ എന്താണെന്ന് അറിയോ? പാർട്ടി സംഘടനാപരമായി ദുർബലമാവുകയും പാർട്ടിക്കകത്ത് വരുന്ന സംഭവത്തെ ചെറുക്കാൻ ആവശ്യമായിരിക്കുന്ന മറ്റൊരു പ്ലാറ്റ്ഫോമിനെ ആര് കണ്ടെത്തും? ഈ പാർട്ടിക്കകത്തുള്ള അസംതൃപ്തരും അതൃപ്തരുമായിരിക്കുന്ന ആളുകൾ കണ്ടെത്തും. ആ കണ്ടെത്തുമ്പോൾ അവർ കണ്ടെത്തിയിരിക്കുന്ന പ്ലാറ്റ്ഫോം എവിടെയാണ്? ഒരു കേഡർ സ്വഭാവം ഉണ്ട് എന്ന് പറയുന്ന BJP-യിലേക്ക്. അതിന്റെ പ്രത്യയശാസ്ത്രപരമായ പ്രതിബദ്ധതയല്ല അത്. കാരണം CPM-ന് പ്രത്യയശാസ്ത്രപരമായ സംഭവമില്ല. അതില്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾ ഇതിന്റെ കൂടെ പോകും, BJP-യുടെ കൂടെ ആളുകൾ അണിചേരും. ഇതാണ് ഇതിന്റെ വസ്തുതാപരമായിരിക്കുന്ന യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി നിൽക്കുന്ന വീടുണ്ടല്ലോ, ആ വീടിനകത്ത് പോലും 125 വോട്ടാണ് കിട്ടിയത്. അറിയോ നിങ്ങൾ ചാനലിനകത്ത് വെച്ച് ബടായി പറയുന്ന എല്ലാ വിഷയവും എനിക്കറിയില്ല. ഞാൻ ഉൾക്കൊള്ളുന്ന വാടാത്
രണ്ടും 6 വോട്ട് മാത്രം കിട്ടിയിട്ടാണ് 165 154 വോട്ട് കിട്ടുന്നത്. അവിടെ പിണറായി ചേരിക്കൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഈ ചേരിക്കൽ എന്ന് പറയുന്ന വാർഡിനകത്ത് BJP വളരെ ഡിസൈസീവ് ആയിരിക്കുന്ന ഫാക്ടറായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പൊ ഇത്തരം ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അതിനുണ്ടായിരിക്കുന്ന കാരണം എന്താണ്? അന്നേരം MP ജയരാജന്റെ വിശദീകരണമാണ്. അത് സ്ഥായിയായി നിൽക്കുന്നതിനാൽ അത് സ്ഥായിയായി നിൽക്കുന്നു, സ്ഥായി അല്ലാതെ നിൽക്കുന്നു എന്നുള്ളതല്ല വിഷയം. അടിസ്ഥാനപരമായിരിക്കുന്ന സംഭവത്തിനകത്ത് പ്രത്യയശാസ്ത്രപരമായി യാതൊരു ധാരണയുമില്ലാതായി തീരുകയും പാർട്ടി ഒരു അടിസ്ഥാന രാഷ്ട്രീയ പ്രമേയമില്ലാതെ ചർച്ചയ്ക്ക് വരികയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനു മാത്രമായി തീരുന്നു? പാർട്ടി എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഈ സ്ഥാപനം എന്തുമാത്രമാണ് ധനപരമായ പൊലിമ കാണിക്കാൻ മാത്രമുള്ള ഒരു സംഭവം മാത്രമായി ഈ പാർട്ടിയുടെ സമ്മേളനങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ദുഃഖകരമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ഈ ദുഃഖകരമായ യാഥാർത്ഥ്യത്തെ മറികടക്കാൻ നിങ്ങൾ ചെയ്യുന്ന പണി എന്താണെന്ന് നിങ്ങൾ ഇപ്പൊ കേരളത്തിനകത്തെ ഏറ്റവും കൊടും ഭീകരനായോ അല്ലെങ്കിൽ ആ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ട ഒരാളാരാണ്? പാലക്കാട് ചെന്താമരയാണ്. ഉറപ്പല്ലേ? 3 കൊലപാതകങ്ങൾ. ഈ മുഖ്യമന്ത്രിയെ കുറിച്ച് ആളുകൾ ഇപ്പൊ ധരിക്കുന്നത് എന്താണ്? നമ്പർ 1 ചെന്താമരയായി ഇദ്ദേഹം മാറ്റപ്പെട്ടു വന്നാണ് ആളുകൾ ഇപ്പൊ ആക്ഷേപിക്കുന്നത്. നമ്പർ 1 ചെന്താമര. അതിനർത്ഥം എന്താണെന്നറിയോ? ഇതിനകത്ത് ഒരാൾ പോലും സംസാരിക്കില്ല. 3 ദിവസം തുടർച്ചയായിട്ട് ഈ മനുഷ്യർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. ആലപ്പുഴയിൽ ഈ മനുഷ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു, കൊല്ലത്ത് പങ്കെടുക്കുന്നു, സർവ്വതത്ത്. എന്തൊരാവശ്യത്തിനാണ് ഈ പാർട്ടിയുടെ മുഖ്യമന്ത്രി പാർട്ടി സംസ്ഥാന സെക്രട്ടറിയില്ലേ മറ്റു ഇയാൾ മാത്രം എനിക്ക് കാരണം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ഇത്തരത്തിൽ നേതൃത്വത്തിനെതിരെ വലിയ വിമർശനം വന്നു. ഉടനെ എത്തുകയാണ് മുഖ്യമന്ത്രി അവിടെ. പിന്നീടുള്ള എല്ലാ ജില്ലാ സമ്മേളനങ്ങളും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ്. അവിടെ 24 മണിക്കൂറും ആ സമ്മേളനം തീരുന്നത് വരെ മുഖ്യമന്ത്രി അവിടെ ചെലവഴിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് അവിടെ വിമർശനം ഉണ്ടാവുക? എങ്ങനെയാണ് ഈ പാർട്ടി നവീകരിക്കപ്പെടുക? വിമർശിക്കപ്പെടേണ്ട ആൾ കൂടെ ഇരിക്കുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് അണികൾ വിമർശനം ഉന്നയിക്കുക പാർട്ടി സമ്മേളനങ്ങളിൽ? ഒരാളും സംസാരിക്കില്ല എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ വന്ന് ഈ പറയുന്ന ചാനലിൻ്റെ അകത്ത് വന്നിട്ട് ജാമ്യത്തിനെടുക്കി തരുന്ന ഉണ്ടാകുന്ന പറയുമോ അത് ശരിയാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അത് വാസ്തവത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയിലായിട്ട് ആവില്ല. കാരണം ആ പാർട്ടിയുടെ സ്ട്രക്ചർ നിലനിർത്തിക്കൊണ്ട് അതിനെന്തായാലും അതിന്റെ ഐഡിയോളജിയെ അത് കൈയൊടിഞ്ഞിരിക്കുന്നു. ഐഡിയോളജിയെ കൈയൊടിഞ്ഞിട്ട് അതിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? പമ്പിംഗ് ഓഫ് മണി മാത്രമേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ ധനം ഇഷ്ടം പോലെ പിന്നെ കുത്തി കൊടുക്കുന്നതോടെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് അതങ്ങനെ നയിക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം മാത്രമേ ഇപ്പൊ പാർട്ടിയുടെ ഭാഗത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിനകത്ത് ഗൗരവം അറിയിക്കുന്ന ഒറ്റ ചർച്ചയും ഒരു ചർച്ചയും ഇതിനകത്ത് നടക്കില്ല. കാരണം നടക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്ത് വരണം? അതിന് വളരെ കൃത്യമായിരിക്കുന്ന പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ ഉണ്ടാവണം. ഈ പൊളിറ്റിക്കൽ റെസൊല്യൂഷനെ ഇത് ചർച്ച നടത്തണം. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ ഇല്ലാതായി കഴിഞ്ഞാൽ സമ്മേളനങ്ങൾ വാസ്തവത്തിൽ ശൂന്യമായി തീരുന്നു എന്നുള്ളതാണ്. അതാണ് അതിന്റെ പ്രാഥമികമായ പാഠം. അതിനെ മറികടക്കാൻ നമ്മൾ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ ചാനലിൽ വന്ന് ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരാൾ ഇതിനകത്തൊരു അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ ആ അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇതിനെ മാറ്റി തീർക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത് വാസ്തവത്തിൽ അങ്ങേയറ്റം കുറ്റകരമായിരിക്കുന്ന ഒരു സംഭവമാണ്. ഈ ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ച് ഇദ്ദേഹം സംസാരിച്ച അദ്ദേഹത്തിന്റെ പ്രാഥമികമായ റൗണ്ടിൽ എനിക്ക് ബോധ്യപ്പെട്ടത് എന്നാണ് മാഡം എനിക്ക് ആദ്യ റൗണ്ടിൽ പറയാനുള്ളത്. ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് വരാം. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്കിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക്, ഒരു കാലത്ത് CPM-ന് ബദലായി ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. CPM-ന്റെ അകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നേരെ കോൺഗ്രസിലേക്ക് എടുത്തു ചാടുന്ന ആളുകളുടെ എണ്ണം അത് വളരെ കൂടുതലായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കൂ, CPM-ൽ നിന്ന് നേരെ BJP-യിലേക്കാണ് ഈ വലിയ ചുവടുമാറ്റം സംഭവിക്കുന്നത്. അതായത് ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് നിങ്ങൾ ഒരേ തൂവൽ പക്ഷികളാണ് എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിലെ ആളുകൾ തിരിച്ചറിയുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ നിലപാടുകളിൽ ഇന്ത്യ മുന്നണി എടുക്കുന്ന നിലപാടുകൾ വളരെയധികം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലമുണ്ട്. എങ്ങനെയാണ് കോൺഗ്രസിനെ ഒരു ബദലായി CPM-ന്റെ അല്ലെങ്കിൽ ആ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർക്ക് കാണാൻ പറ്റാതെ വരുന്നത്? നോക്കൂ, ഇപ്പോ അത് പറയാം, അതിലേക്ക് എത്താം. പക്ഷെ അങ്ങിപ്പോ പറഞ്ഞു എന്താണ്, മുഖ്യമന്ത്രി എല്ലാ പാർട്ടി ജില്ലാ സമ്മേളനങ്ങളിലും ആദ്യ അവസാനം പങ്കെടുക്കുകയാണ്. അപ്പോ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ക്ലിഫ് ഹൗസിൽ ചെലവിടേണ്ട സമയത്താണല്ലോ പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നത് എന്നൊരു ആശങ്ക അങ്ങടക്കം മുമ്പോട്ട് വെച്ചു. അങ്ങനെ ഒരു ആശങ്ക എന്നെ സംബന്ധിച്ചില്ല. കാരണം അദ്ദേഹം ക്ലിഫ് ഹൗസിൽ ഇരുന്നത് കൊണ്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അപ്പൊ പിന്നെ പാർട്ടി സമ്മേളനങ്ങളിൽ പോയി കട്ടൻ ചായയും പരിപ്പോടയും കുടിച്ച് സുഖമായി അദ്ദേഹം ഇരിക്കട്ടെ. രണ്ടാമത്, ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് LDF-ന്റെ നേതാവ് ശ്രീ സതീഷ് വസന്ത് പറഞ്ഞത്, നോക്കൂ, ഞങ്ങളുടെ പാർട്ടി അങ്ങ് റിഫോം ചെയ്യപ്പെടുകയാണ്. ആ റിഫോർമേഷന്റെ ഭാഗമായി ഞങ്ങൾ യുവാക്കളെ മുൻനിരയിലേക്ക് കൊണ്ടുവരികയാണ്. ശ്രീ സതീഷ് വസന്ത്, അങ്ങേക്ക് ഒരു കാര്യം പറയാമോ? ഇന്ന് ഈ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട കേഡറ്റുകൾ ഉയർത്തിക്കൊണ്ടുവന്ന 2 പ്രശ്നമാണ്. ഒന്നാമത്തെ പ്രശ്നം, പാർട്ടിയിൽ നിന്ന് നേതാക്കൾ അകന്നു നിൽക്കുന്നു. പാർട്ടിയെ നേതാക്കൾക്ക് മനസ്സിലാവുന്നില്ല. പാർട്ടി പ്രവർത്തകരെ നേതാക്കൾക്ക് അറിയില്ല.
മാത്രമല്ല പി ദിവ്യയെ പോലെയുള്ള അഹങ്കാരിയായ പി ദിവ്യയെ പോലെയുള്ള ബിനാമി പണത്തിലൂടെ സ്വത്ത് സമ്പാദനം നടത്തുന്നവരെ ഈ പാർട്ടി സംരക്ഷിച്ചു പിടിക്കുന്നു. രണ്ടാമത് അവർ പറഞ്ഞു മറ്റൊരു കാര്യമുണ്ട്. മനു തോമസ്. ആരായിരുന്നു മനു തോമസ്? ഇതുപോലെ നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് വിമർശനം ഉന്നയിച്ച മുൻ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി, നിങ്ങളുടെ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, അയാളെ വിമർശനം ഉന്നയിച്ചതിന്റെ പിറ്റേന്ന് ഈ പാർട്ടി പുറത്താക്കിയത് പോരാഞ്ഞിട്ട് നിങ്ങളുടെ PJ ആർമിയും അയാളുടെ ശവം കൊത്തി വലിക്കാൻ വേണ്ടി, ശവം എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ വിമർശനാത്മക ശവം, അത് കൊത്തിപ്പറിച്ചു വലിക്കാൻ വേണ്ടി നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ PJ ആർമിയും അമ്പാടിമുക്ക് സഹാക്കളും എല്ലാം കൂടെ ചേർന്ന് ഇറങ്ങി പുറപ്പെട്ടു എന്നാണ്. അപ്പോൾ നിങ്ങൾ യുവാക്കളെ എങ്ങനെയാണ് പരിഗണിക്കുന്നതെന്നൊക്കെ നിങ്ങളുടെ പാർട്ടി നേതാക്കൾ തന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീമതി നീലിമ, എന്തായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലത്ത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആയിരുന്നു. അത് കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന സമയത്ത് ഡാങ്കെ എന്ന് പറയുന്നത് ഇതിനേക്കാൾ വലിയൊരു ഏകാധിപതി ആ പാർട്ടിയുടെ തലപ്പത്തിരുന്ന സമയത്ത് സഹാവ് VS അടക്കമുള്ളവർ ഏതാണ്ട് 80-80ഓളം പേർ ആ ഏകാധിപത്യത്തെ വെല്ലുവിളിച്ച് വെളിയിൽ വന്നാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നത്. നേതൃത്വത്തിന്റെ ഏകാധിപത്യത്തിനെതിരായി ഉണ്ടായ ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. പക്ഷേ ഇന്ന് CPM സമം കമ്മ്യൂണിസ്റ്റ് ഫോർ പിണറായി ആൻഡ് മക്കൾ, പിണറായിക്കും മക്കൾക്കും വേണ്ടി കുറച്ച് കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു കൂട്ടമായി അത് അധപതിച്ചിരിക്കുന്നു. പിണറായി വിജയന്റെ മകൾക്ക് മാസപ്പടി കിട്ടിയാൽ അതിനെ ന്യായീകരിക്കാൻ ഒരു കൂട്ടം, പിണറായി വിജയന്റെ മകന്റെ അമ്മായച്ചന് AA ക്യാമറയുടെ വകയിൽ അഴിമതി പണം കിട്ടിയാൽ അതിൽ അന്വേഷണം ഉണ്ടാവാൻ പോയാൽ അതിനെ പ്രതിരോധിക്കാൻ ഒരു കൂട്ടം, പിണറായി വിജയൻ നാട് ചുറ്റാൻ വേണ്ടി ഇതാ രാജാവ് എഴുന്നള്ളുന്ന എന്ന് പറഞ്ഞ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ബസ്സിൽ കയറി സുഖവാസം നടത്തി നാട് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നിരങ്ങുന്നതിന്റെ കൂടിയിൽ കാഷ്യൂനട്ടും ബിസ്ക്കറ്റും ചേർന്ന് കഴിക്കുന്നതിന്റെ ഇടയിൽ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരൻ, ഏതെങ്കിലും യുവമോർച്ചക്കാരൻ, ഏതെങ്കിലും പ്രതിപക്ഷ സംഘടനയുടെ, വിദ്യാർത്ഥി സംഘടനയുടെ, യുവജന സംഘടനയുടെ നേതാക്കൾ തെരുവിലിറങ്ങി ഒന്ന് കരിങ്കൊടി കാണിച്ചാൽ അവരെ തല്ലി ഒടിക്കാൻ വേണ്ടി രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് നടത്താൻ വേണ്ടി ഒരു പറ്റം വാനര സേന, അതായത് ഒരു വിജയൻ സേനയായി CPM ഇന്ന് അധപതിച്ചിട്ടുണ്ട്. അതിനെതിരായി പറയുന്നവരെല്ലാം ആ പാർട്ടിയുടെ വെളിയിൽ പോകും. അതിൽ ഒന്നാമത്തെ ഇരയാണ് കണ്ണൂരിൽ തന്നെയുള്ള മനു തോമസ്. ഇനി അങ്ങയുടെ ചോദ്യം നോക്കൂ. കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ബൂത്ത്, പിണറായി പഞ്ചായത്തിലെ ആ ബൂത്ത് നമ്മൾ കണ്ടതാണല്ലോ. അവിടെ സെറ്റ് ഇടുന്ന പോലെ അങ്ങ് അപ്പാടെ ഇവന്റ് മാനേജ്മെന്റിനെ ഏർപ്പെടുത്തി 4 സൈഡിലും കർട്ടൻ ഇട്ട് മറച്ചു. എന്തിനാണെന്ന് അറിയാമോ? സ്വന്തം മണ്ഡലത്തിലെ സ്വന്തം ബൂത്തിലെ സർക്കാർ സ്കൂളിലെ ആ പരിതാപ അവസ്ഥ മാധ്യമങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ സെറ്റിട്ട് നടത്തിയ വോട്ടിംഗ് നടത്തിയ പിണറായി വിജയൻ നേരിട്ടെത്തി വോട്ട് ചെയ്ത, പിണറായി വിജയന്റെ ഭാഷയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഷയിലും പിണറായി ഭക്തർ മാത്രമുള്ള, കമ്മ്യൂണിസ്റ്റുകൾ മാത്രമുള്ള, CPM മാത്രമുള്ള, ഇടതുപക്ഷം മാത്രമുള്ള ആ ബൂത്തിൽ ലീഡ് ചെയ്തത് ഏതാണ്ട് 300-ൽ പരം വോട്ടിൽ ലീഡ് ചെയ്തത് K. സുധാകരൻ എന്ന് പറയുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാവാണ്. അവിടെ BJPക്ക് വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. നോക്കൂ, കണ്ണൂർ എന്ന് പറയുന്ന ഒരു കേഡർ സിസ്റ്റത്തിൽ മുട്ടക്കുന്നുമല അടക്കമുള്ള കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലേക്ക് ഒരു ഈച്ച പോലും കടന്നു പോകില്ല എന്ന് ഇവർ വിശ്വസിച്ചിരുന്ന കാലത്ത് നിന്ന് അവിടെ നിന്ന് മാറി ചിന്തിക്കൽ ഉണ്ടാവുന്നുണ്ട്. അത് കോൺഗ്രസിലേക്കും ഉണ്ടാകുന്നുണ്ട്, BJPയിലേക്കും ഉണ്ടാകുന്നുണ്ട്. അപ്പോ സ്വാഭാവികമായും പ്രവർത്തിക്കുന്ന 2 സംഘടനകൾ എന്നുള്ള 2 പാർട്ടികളിലേക്കും ആ വോട്ട് വരും. ഇപ്പൊ പി ദിവ്യയെ സംരക്ഷിക്കുകയാണ് പാർട്ടി. ആ സംരക്ഷണത്തിനെതിരെ ഇതേ പാർട്ടിക്കുള്ളിൽ ഇന്ന് 2 പക്ഷത്തെ നമ്മൾ കണ്ടു. നീലിമ അത് ശ്രദ്ധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, കണ്ണൂർ ജില്ലാ MV ജയരാജനൊരു മനമാറ്റം വന്നത് എന്ത് സാഹചര്യത്തിലാണെന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം MV ജയരാജനാണല്ലോ ഏറ്റവും അധികം ചേർത്ത് പിടിച്ചത് പി ദിവ്യയെ. ഇപ്പോൾ ഇന്ന് പൂർണ്ണമായും കൈവിട്ടൊരവസ്ഥ. അതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നത് പിന്നീട് വിശകലനം ചെയ്യപ്പെടേണ്ടതാണ്. തീർച്ചയായും. നോക്കൂ, കണ്ണൂരിലെ പാർട്ടി അത് കുടുംബ പാർട്ടിയാണ്. കണ്ണൂരിലെ പാർട്ടി ഒരു കുടുംബ പാർട്ടിയാണ്. എന്ന് വെച്ചാൽ രക്തബന്ധമല്ലെങ്കിലും ഇവരെല്ലാം MV ജയരാജൻ, P. ജയരാജൻ, ഈ ജയരാജന്മാരുടെ ഒരു കൂട്ടം, അവരുടെ ഭാര്യമാർ, ആന്തൂർ നഗരസഭ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ, മുൻ ഭരിച്ചുകൊണ്ടിരുന്ന ഭാര്യ അടക്കം ഇവരൊരു സംവിധാനമാണ്. ഇവരൊരു കുടുംബ ബന്ധം പോലെ പരസ്പരം അഴിമതി അങ്ങോട്ടും ഇങ്ങോട്ടും സംരക്ഷിച്ചു പോരുന്നവരാണ്. അതിൽ ഇടയ്ക്ക് ഒരു അപകർഷം കുറഞ്ഞു പോയപ്പോ P. ജയരാജൻ വലിയ വിമർശനമായെത്തി. തിരുത്തൽ ശക്തിയായി ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ PJ ആർമി ഇറങ്ങി പുറപ്പെട്ടത്. P. ജയരാജന് ഉടനെ കശുവണ്ടി കോർപ്പറേഷന്റെയോ മറ്റെന്താണ് ഈ ഏതോ ഒരു ഏതോ ഒരു കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനവും ബോർഡ് വെച്ചൊരു വണ്ടിയും AC ഉള്ള ഇന്നോവയും, AC വർക്കാവുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാക്കി കൊടുത്തു. AC ഉള്ള ഒരു ഇന്നോവ കാറിൽ കൊടുത്തപ്പോ P. ജയരാജന്റെ തിരുത്തൽ ശക്തി, തിരുത്തൽ വാദം അതോടുകൂടി അവസാനിച്ചു. AC കിട്ടിയാൽ തിരുത്തൽ വാദം അവസാനിപ്പിച്ചു ജയരാജൻ. ആ തിരുത്തൽ വാദം അവസാനിപ്പിക്കാൻ തയ്യാറാവാതിരുന്ന
ടി പി ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഇവർ മറ്റൊരു ഇനോവ പറഞ്ഞു വിട്ടു. അതായത് മനു തോമസ് അടക്കം ഈ പാർട്ടിക്കുള്ളിൽ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ നിന്ന് തിരുത്തൽവാദം നടത്താൻ ശ്രമിക്കുന്നവരെ അവരെ എത്ര അപകർഷണം വിട്ടുകൊടുത്താലും അവർ മാറുന്നില്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് ഇവർ ഇനോവ പറഞ്ഞു വിടും. ഇനി അതേസമയം തിരുത്തൽ ശക്തിയായി ഇറങ്ങി പുറപ്പെടുന്നു എന്ന് കാണുന്നവർക്ക് ഇവർ ആദ്യം ഏശയുള്ള ഒരു ഇനോവ കൊടുക്കും, സുഖ സൗകര്യങ്ങൾ കൊടുക്കും. പാർട്ടിയുടെ ഈ സംവിധാനത്തിലേക്ക്, പാർട്ടി എന്ന് പറയുന്ന പിണറായിയുടെ ഈ വീതം വെക്കൽ സംവിധാനത്തിലേക്ക്, ഈ കിട്ടിയ അപ്പകഷ്ണം വീതം വെക്കുന്ന മേശപ്പുറത്തേക്ക് ഇവരെ വിളിച്ചു വരുത്തിയിട്ട് ആകെ കൂടി കിട്ടിയതെല്ലാം വീതം വെക്കുമ്പോൾ അവർക്ക് കൂടി കൊടുക്കും. അതിൽ അവർ തൃപ്തരല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് കൊടുവാളും വടിവാളും ഏന്തിയ സഹാക്കളെ പറഞ്ഞുവിടും ഇനോവയിൽ. അതാണ് നമ്മൾ ടി പി ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ കണ്ടത്. നോക്കൂ, ദിവ്യയെ ചേർത്ത് പിടിച്ച് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ദിവ്യയുടെ കാര്യത്തിൽ തന്നെ ഈ പാർട്ടി എന്തൊരു നാണം കെട്ട പാർട്ടിയാണ് എന്ന് നമ്മൾ കണ്ടതാണല്ലോ. അതായത് കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ 14 നിലപാടായിരുന്നു ദിവ്യയുടെ കാര്യത്തിൽ ഈ പാർട്ടിക്ക്. ആദ്യം കണ്ണൂർ ജില്ലാ കമ്മിറ്റി പറയുന്നു പി ദിവ്യയുടെ കാര്യത്തിൽ നമുക്ക് അതിലേക്ക് വരാം. CPM-ന്റെ ഈ ഒരു സംഘടനാ ദൗർബല്യത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, നമ്മൾ കണ്ണൂരിന്റെ മാത്രം കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 2019 60,000-ലധികം വോട്ടുകളാണ് BJPക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത്. ഈ കണ്ണൂർ ഒഴികെ മറ്റ് ജില്ലകളിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലാണ് ഇത്തരത്തിൽ ഒരു 50,000-ഓ 60,000-ഓ അത്തരത്തിൽ ഒരു ഫിഗർ വന്നതെങ്കിൽ വലിയ പ്രാധാന്യം അതിന് ഒരുപക്ഷെ കൈവരില്ലായിരുന്നു. പക്ഷേ CPM-ന്റെ പവർ ഹൗസിലാണ് ഇത്തരത്തിൽ വലിയ വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും അത്തരം കണക്കുകൾ എടുത്തുകൊണ്ടാണ് CPM-ന്റെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കപ്പെട്ടത്. അതിൽ വലിയ ആശങ്ക പാർട്ടി പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ CPM-ന് വലിയ ഞെട്ടലല്ലേ കണ്ണൂരിൽ ഉണ്ടായിരിക്കുന്നത്? അല്ല, ഇതിനെ നമ്മൾ ഒരു കേവല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ വോട്ടിന്റെ വ്യതിയാനം ആണ് എന്ന രീതിയിൽ ചർച്ച ചെയ്തിട്ട് കാര്യമല്ല. ഇതിന് കുറെ ചരിത്രപരമായ കാരണങ്ങളുണ്ട്. എന്താണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പണ്ട് കാലം മുതൽ പുലർത്തി വന്ന നിലപാട്? ഇവിടെ EMS നമ്പൂതിരിപ്പാട് കേരളത്തിലെ മുഖ്യമന്ത്രിയായ കാലത്ത് പണ്ട് ജവഹർലാൽ നെഹ്റു കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയാണ്. അന്ന് നെഹ്റു കണ്ടു പഠിക്കട്ടെ EMS-നെ എന്ന് പറഞ്ഞവരാണ്. ആഫ്റ്റർ നെഹ്റു EMS എന്ന് പറഞ്ഞവരാണ്. അപ്പൊ കോൺഗ്രസിനെ മാറ്റി ഈ രാജ്യത്തെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി പിറവിയെടുത്ത ഒരു പാർട്ടിയായിട്ടാണ് ഇവർ സ്വയം അവതരിപ്പിച്ചത്. ഈ രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി കോൺഗ്രസ് ആണ് എന്നാണ് ഇവർ പറഞ്ഞത്. കോൺഗ്രസിന്റെ സാമ്പത്തികമായും ടാറ്റയും ബിർളയും പ്രോത്സാഹിപ്പിക്കുന്ന നയം. പശ്ചിമ ബംഗാളിലാണെങ്കിൽ ബംഗാളിൽ അന്ന് ഒരു പ്രധാന വിഷയം ഇവരെടുത്തു പിടിച്ചത് ബംഗ്ലാദേശിൽ, അതായത് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും വന്ന അഭയാർത്ഥികളെ കോൺഗ്രസ് ഗൗനിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ വിഷയം എടുത്തിപ്പിടിച്ചിട്ടാണ് അവർ 60കളുടെ അവസാനം 70കളുടെ ആദ്യമാവുമ്പോഴേക്കും ബംഗാളികളുടെ മനസ്സിൽ ഹൃദയത്തിന് സ്ഥാനം നേടി അവിടെ ഭരണം പിടിച്ചെടുത്തത്. ബംഗാളികൾ ജനസംഖ്യയിൽ ധാരാളമുള്ള ത്രിപുരയിലും അത് സംഭവിച്ചു. അപ്പൊ പ്രധാനമായും കോൺഗ്രസ് വിരുദ്ധ നിലപാടായിരുന്നു. എന്നാൽ 60കളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ ഒരു പാർട്ടി കോൺഗ്രസിന്റെ കൂടെ പോയി. ആ പാർട്ടിക്ക് സംഭവിച്ച ക്ഷീണത്തിന് കാരണം അതാണ്. പക്ഷെ CPM അന്ന് പിടിച്ചു നിന്നു. അവർ കൃത്യമായ കോൺഗ്രസ് വിരുദ്ധ നിലപാടുകളുമായി മുന്നോട്ട് പോയി. 80കളുടെ അവസാനം 90കളുടെ ആദ്യം EMS നമ്പൂതിരിപ്പാട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് BJPയെ ഒറ്റപ്പെടുത്തണം, കോൺഗ്രസിനെ പരാജയപ്പെടുത്തണം. ഇതാണ് ഇടതുപക്ഷം ഇന്ത്യയിൽ സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നയം ഇതാണ്, ഇതിന്റെ ഉദ്ദേശം ഇതാണ്. BJPയെ ഒറ്റപ്പെടുത്തുക, കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക. അവിടെ നിന്ന് 2004 മെയ് മാസം ആവുമ്പോഴേക്കും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 2004 മെയ് മാസത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നെന്ന് രാത്രി കോൺഗ്രസുകാർ ആവശ്യപ്പെടുന്നതിന് മുമ്പ് സീതാറാം യെച്ചൂരി ദേശീയ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് അൺകണ്ടീഷണൽ സപ്പോർട്ട് എന്ന് പറഞ്ഞു. 43 സീറ്റാണ് CPM-ന് കിട്ടിയത്. ഇടത് മുന്നണിക്ക് 59 സീറ്റാണ്. 213 സീറ്റാണ് അന്ന് കോൺഗ്രസ് മുന്നണിക്ക് കിട്ടിയത്. അപ്പൊ 213 59 കൂട്ടിയാൽ 272 കേവല ഭൂരിപക്ഷമായി. അന്നാണ് പറഞ്ഞത് ചോദിക്കാതെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു സഖ്യകക്ഷിയെ പോലെയായി CPM 5 കൊല്ലത്തോളം ആ കോൺഗ്രസ് സർക്കാരിനെ സഹായിച്ചു. പിന്നെ ആണവ കരാറിന്റെ പേരിൽ തെറ്റിപ്പിരിഞ്ഞു പോയെങ്കിലും ഇപ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസുമായി സഖ്യമാണ്. അത് ഇന്ത്യ മുന്നണി വന്നതിന് ശേഷമല്ല, 2019 സഖ്യമായിരുന്നു. 2021 കേരളം ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിൽ സഖ്യമുണ്ടായിരുന്നു.
അപ്പോൾ കാലക്രമത്തിൽ ഈ പാർട്ടി പതുക്കെ പതുക്കെ കോൺഗ്രസിന്റെ ഒരു സഖ്യകക്ഷിയായി മാറി. ഈ പാർട്ടിയുടെ അണികൾ പഠിച്ചു വളർന്നത് നമ്പൂതിരിപ്പാടിന്റെ കാലം മുതൽ 90-കൾ വരെ CPM സ്വീകരിച്ച കൃത്യമായ കോൺഗ്രസ് വിരുദ്ധ നിലപാടുകളാണ്. പാർട്ടി സാഹിത്യങ്ങൾ അങ്ങനെയുള്ളതാണ്. പാർട്ടിയുടെ കഴിഞ്ഞ കാല പോളിറ്റ് ബ്യൂറോയിന്റെയും പാർട്ടി കോൺഗ്രസിന്റെയും പ്രമേയങ്ങൾ അത്തരത്തിലുള്ളതാണ്. പാർട്ടി നടത്തിയ സമരപരിപാടികൾ അത്തരത്തിലുള്ളതാണ്. പാർട്ടിയുടെ രക്തസാക്ഷികൾ കോൺഗ്രസിനെതിരെ സമരം ചെയ്ത് പോലീസിനെ വെടികൊണ്ടും അല്ലാതെ മരിച്ചവരാണ്. അപ്പൊ കോൺഗ്രസ് വിരുദ്ധ സമരത്തിലൂടെ നിലപാടിലൂടെ ഒരു പാർട്ടി വളർന്നു വരുന്നു, അണികളെ പിടിച്ചു നിർത്തുന്നു, അണികളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു. ഒരു കോൺഗ്രസ് വിരുദ്ധ പാർട്ടിയായി സ്വയം അവതരിപ്പിച്ച അണികളെ സംഘടിപ്പിച്ചു നിർത്തുന്ന പാർട്ടി 5-10 കൊല്ലം കൊണ്ട് കോൺഗ്രസിന്റെ ഒരു സഖ്യകക്ഷിയാവുകയാണ്. ഇതാണ് CPM നേരിടുന്ന പ്രശ്നം. ഇന്ന് കോൺഗ്രസിനെ വിമർശിക്കാൻ CPMകാർക്ക് പുറമെ സാധിക്കുമെങ്കിലും അവരുടെ പാർട്ടി ഓഫീസിൽ ഇരുന്ന് സാധിക്കില്ല. കാരണം കേട്ടോണ്ടിരിക്കുന്ന മറ്റൊരു സഖാവ് ചോദിക്കും, അല്ല നമ്മളിപ്പോ അവരെ സഖ്യത്തിലല്ല, എന്തിനാ അവരെ ചീത്ത പറയുന്നത്? പിന്നെ കേരളത്തിലെ കോൺഗ്രസിനെ വിമർശിക്കാം, അത് ശരിയാണ്. പക്ഷേ രാഹുൽ ഗാന്ധി വിമർശിക്കാൻ പറ്റില്ല, സോണിയാഗാന്ധി വിമർശിക്കാൻ പറ്റില്ല, സിദ്ധരാമയ്യെ വിമർശിക്കാൻ പറ്റില്ല, റവനീത് റെഡ്ഡിയെ വിമർശിക്കാൻ പറ്റില്ല, ഹിമാചൽ പ്രദേശ് സർക്കാരിനെ വിമർശിക്കാൻ പറ്റില്ല, കോൺഗ്രസിനെ വിമർശിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇതൊരു ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. CPM നേരിടുന്ന ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. അവർ ഇന്നലകളിൽ പറഞ്ഞതിന് വിരുദ്ധമായൊരു നിലപാടെടുക്കുമ്പോൾ അണികൾക്കുണ്ടാവുന്ന വലിയ ഒരു മാനസിക പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്, പ്രത്യയശാസ്ത്രപരമായ ഒരു ആശയക്കുഴപ്പമാണ്. ഇതൊക്കെ കൂടി വന്നിട്ടാണ് പൊട്ടിത്തെറി ഉണ്ടാവുന്നത്. പക്ഷേ CPM പോലത്തെ ഒരു പാർട്ടിക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട്, കുറെ സഹകരണ സംഘങ്ങളുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണമുണ്ട്, സാധാരണ പ്രവർത്തകരുടെ ദൈനംദിന ജീവിതത്തെ സ്വാധീനിക്കാൻ സാധിക്കും. അതുകൊണ്ട് അതിനൊരു വലിയ പൊട്ടിത്തെറി പെട്ടെന്ന് ഉണ്ടാവില്ല. കാലക്രമത്തിലുള്ള കൊഴിഞ്ഞു പോക്കാണ് സംഭവിക്കുക. അത് കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. ആലപ്പുഴയിൽ അത് കണ്ടു, ആറ്റിങ്ങലിൽ കണ്ടു, കണ്ണൂരിലും പല സ്ഥലത്തും കാണുന്നുണ്ട്. ഇത് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാകും. 2026 തെരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു സമ്പൂർണ്ണ തകർച്ച കേരളത്തിലെ CPMന് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, അഡ്വക്കേറ്റ് സതീഷ് വാസന്ത്, ഇതാണ് ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും നിലനിൽക്കുന്ന ഒരു സ്ഥിതി. ഇപ്പോൾ MV ജയരാജൻ പറയുന്നത് പോലെ അത്ര പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല ഇത്. നേരത്തെ പാണ്ഡ്യാല ഷാജിയുമായി സംസാരിച്ചപ്പോൾ അങ്ങ് ചില എതിരഭിപ്രായം ഉന്നയിക്കുന്നത് കണ്ടു. 500 പോലീസുകാരെ അവിടെ നിർത്തിക്കൊണ്ടാണ് കണ്ണൂരിൽ ഈ സമ്മേളനം നടക്കുന്നത്. അത് മാധ്യമങ്ങളിൽ വാർത്ത വന്നതാണ്. മഫ്തിയിൽ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥരടക്കം പാർട്ടി സമ്മേളനങ്ങളിൽ കയറിയിരിക്കുന്ന ഏർപ്പാട് ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. അസാധാരണമായ സംഭവ വികാസങ്ങളിലേക്ക് CPMന്റെ ജില്ലാ സമ്മേളനങ്ങൾ മാറുകയാണ്. അതായത് അവിടെ ഉണ്ടായിരുന്ന പാർട്ടി കെട്ടുറപ്പ് പോയി, വിശ്വാസ്യത പോയി. ഇവിടെ ചില ആളുകൾക്ക് കൃത്യമായി ഭരണം നിലനിർത്താനും അധികാരം നിലനിർത്താനും ഈ പാർട്ടി സംവിധാനം എങ്ങനെ സ്വന്തം കൈപ്പിടിയിലേക്ക് ചുരുക്കാം എന്ന് ഉള്ള ആലോചന മാത്രമാണ് ഈ സമ്മേളനങ്ങളിൽ നടക്കുന്നത് എന്നാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഈ സമ്മേളനങ്ങൾ വീക്ഷിക്കുന്ന ആളെന്ന നിലയിൽ എനിക്കടക്കം തോന്നിയിട്ടുള്ളത്. ഒന്നും എനിക്കത് മനസ്സിലാവില്ല. കാര്യം ചിട്ടയായ ഒരു സമ്മേളനങ്ങൾ നടത്തുന്നത് 3 വർഷത്തിലൊരിക്കൽ ബ്രാഞ്ച്, അതുപോലെ തന്നെ ലോക്കൽ സമ്മേളനങ്ങൾ, ഏരിയ സമ്മേളനങ്ങൾ, ജില്ലാ സമ്മേളനങ്ങൾ, അതുപോലെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് കേന്ദ്ര സമ്മേളനങ്ങൾ നടക്കുന്ന ഏത് പാർട്ടിയുണ്ട് ഇന്ത്യക്കകത്ത്? ഏത് പാർട്ടിയുണ്ട് പറയും? നീലിമയ്ക്ക് നെഞ്ച് കൈ ബഹുമാനപ്പെട്ട എന്നെയും കാട്ടി കൂടുതൽ ഈ പാർട്ടിയായിട്ട് കൂടുതൽ ബഹുമാനപ്പെട്ട പട്ടിയാല ഷാജിക്ക് അദ്ദേഹത്തിന് അറിയാമല്ലോ. വേറെ ഏതൊക്കെ ആ സമ്മേളനങ്ങളിലെല്ലാം പോലീസുകാരെ കൊണ്ടിരുത്തി ഒരു സമ്മേളനം നടത്താനുള്ള ഗതികേട് ഈ CPMന് ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അത്രയ്ക്കുണ്ടോ? അല്ല, ആ ഗതികേട് ഉണ്ടാവുന്ന പറയുമ്പോഴത്തേക്ക് സ്വപ്പമൊക്കെ ഒരു ഇത് വേണ്ടേ എൻ്റെ നീലിമ? അത് പറയുമ്പോഴത്തേക്ക് ചെറിയൊരു ഇടപെടൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ള ഒരു സംഗതി അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊരുക്കാൻ പാർട്ടി കേഡർമാർ മതി, പാർട്ടി സഖാക്കൾ മതി എന്ന് പറഞ്ഞിടത്ത് 500 പോലീസുകാരെ CPMന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലേക്ക് അണിനിരത്തിക്കൊണ്ട് ആ പോലീസുകാരുടെ സുരക്ഷയിൽ സമ്മേളനം നടക്കുമ്പോൾ സഖാക്കൾ തമ്മിൽ
എന്ത് വിശ്വാസമാണ് നിലനിൽക്കുന്നത്? എവിടെ അങ്ങനെ നടന്നെന്നാണ് വിളിക്കുന്നത്? അവിശ്വാസം കൊണ്ടല്ലേ പിണറായിയുടെ പോലീസിനെ അവിടെ അണിനിരത്തി സമ്മേളനം നടത്തേണ്ട ഗതികേടിലേക്ക് എത്തുന്നത്? അല്ല, ഒരു ഗതികേടുമില്ല. CPM-ന്റെ ഓരോ ജില്ലാ സമ്മേളനം നിങ്ങൾ നേരത്തെ രണ്ട് ഇത് ഗ്രൂപ്പുകളായിട്ടൊന്നും VS ഗ്രൂപ്പും പിണറായി ഗ്രൂപ്പും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇപ്പം അതൊന്നും പറയാനില്ല. ഇപ്പം എന്ന് വെച്ചാൽ സമ്മേളനങ്ങളിൽ പിണറായി സഖാവ് ചെന്നിരിക്കുന്നു. എവിടെയൊക്കെ ചെന്നിരുന്നാണ് നിങ്ങൾ പറയുന്നത്? അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ആഭ്യന്തരമന്ത്രിക്ക് കുഴപ്പമുണ്ടെന്ന് എത്ര സമ്മേളനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മന്ത്രിയല്ല, മന്ത്രിയുടെ വകുപ്പിന് പോലീസുകാർക്ക് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോലും എത്താൻ പറ്റില്ല. നിങ്ങൾ നേരത്തെ എങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? CPM ഭരിക്കുമ്പോൾ, ഇടതുപക്ഷം ഭരിക്കുമ്പോഴത്തേക്ക് എല്ലാം ഭരിക്കുന്ന അവിടുത്തെ ലോക്കൽ സെക്രട്ടറി, ഏരിയ സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ ബ്രാഞ്ച് സെക്രട്ടറിമാരെന്നൊക്കെയല്ലേ പറഞ്ഞു. ഇപ്പം അതൊന്നും പറയില്ലല്ലോ. നേരത്തെ എന്താണ് എല്ലാ ഓർഡറുകളും കൊടുക്കണം എവിടെ നിന്നാണ്? AKG സെൻറ്ററിൽ നിന്നാണ്. ഇപ്പം അത് പറയുന്നില്ലല്ലോ. അപ്പോൾ ഇതൊന്നും നിങ്ങൾ മറച്ചു വയ്ക്കാൻ വേണ്ടി സമ്മേളനങ്ങളിൽ സമ്മേളനങ്ങളിൽ ജയരാജൻ സഖാവ് പറഞ്ഞെന്താണ്? അവിടെ എന്ന് പറയുന്നത് നമുക്ക് വോട്ട് ചോർച്ച ഉണ്ടായി, അത് പരിഹരിക്കണ്ടേ? അത് ജില്ലാ സമ്മേളനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടായിട്ട് കൊടുക്കുന്നത് തെറ്റിദ്ധാരണ എന്തിനാണ് എടുക്കുന്നത്? അവിടെ നമുക്ക് ചോർച്ച ഉണ്ടായിട്ടുണ്ട്, അത് എന്തുകൊണ്ട് പരിഹാരം കാണണം? ആ പരിഹാരം കണ്ട് അടുത്ത സമ്മേളനത്തിനും അല്ലെങ്കിൽ അടുത്ത ഇലക്ഷന് മുമ്പേ നമുക്കത് പരിഹരിക്കണം. അത് പരിഹരിക്കണ്ടേ? അങ്ങനെ പറയുമ്പോഴത്തേക്ക് അത് നമ്മളെ ആളുകളെല്ലാം വിട്ടുപോണ് എന്നുള്ള രീതിയിലോട്ട് പറയുന്നതൊന്നും ശരിയായ നടപടിയല്ല. അത് നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി കഴിയുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വോട്ട് ചോർച്ച ഉണ്ടാകുന്നത്? പല കാരണങ്ങളുണ്ട്. നിരീക്ഷകൻ എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നാമത് നമ്മൾ 9 വർഷം കൊണ്ട് തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ഒരു ആൻറ്റി ഇൻകംബൻസി സ്വാഭാവികമായി വരും, ഇല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും രാഷ്ട്രീയത്തിൽ നേതായോ ഐഡിയോളജിക്കലിൻ്റെ ഇതൊക്കെ പറഞ്ഞു തന്നു. വ്യതിയാനങ്ങൾ വരുമ്പോഴത്തേക്ക് പാർട്ടി അണികൾക്ക് അത് വിഷമമുണ്ടാവും. അദ്ദേഹം പറയും, പാർട്ടിയാലെ ഷാജി പറഞ്ഞില്ല, പഴയ സഖാക്കളല്ല, ഇപ്പോൾ ന്യൂ ജനറേഷൻ കുട്ടികളാണ്, അവർ ഇതൊക്കെ പഠിക്കും. അപ്പോൾ അവർക്ക് ചില ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അത് പാർട്ടിയിൽ പ്രകടമാവും. അത് സ്വാഭാവികമല്ലേ? അപ്പം നമുക്ക് എവിടെയാണ് തെറ്റുപറ്റിയിട്ടുണ്ട്? പാർട്ടിക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ പാർട്ടി തിരുത്തണം. അതെന്താ കുഴപ്പം? അത് ചർച്ചയിലൂടെയല്ലേ നമുക്ക് മനസ്സിലാവാൻ കഴിയുള്ളൂ. ആ ചർച്ചയിലൂടെ മനസ്സിലാക്കി തന്നെ പോകുന്നത്. പിന്നെ ഇത് BJP-യിലെ പ്രതിനിധി പറയുന്നത് നമ്മളെ CPM എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ B പാർട്ടിന്ന്. എന്തിനാണ് അങ്ങനെ പോകുന്നത്? ദേശീയ തലത്തിൽ നമുക്ക് CPM-നെ പോലത്തെ പാർട്ടിക്ക് എത്ര സംസ്ഥാനങ്ങളിൽ വേരോട്ടുണ്ടെന്ന് നമുക്കറിയാലോ. ബാക്കിയുള്ള എല്ലാം കോൺഗ്രസിൻ്റെ കൂടെയാണ്. ഇപ്പം BJP-ക്കെതിരായിട്ട് നമ്മളൊരു ബദൽ ശക്തിയായിട്ട് കാണുന്ന കോൺഗ്രസിൻ്റെയാണ്. അത് എല്ലാ സംസ്ഥാനങ്ങളിലല്ല. കേരളത്തിൽ അതൊന്നും നടക്കില്ല. ഇപ്പം 2026 തെരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞു. 2021 പിണറായി ഈ ഇടതുപക്ഷ LDF സർക്കാർ വീണ്ടും വരുമെന്നേ. നിങ്ങളൊന്ന് പരിശോധിക്കൂ. ഞാൻ പറഞ്ഞിട്ട് ഈ LDF സർക്കാർ 9 വർഷം കൊണ്ടിരിക്കുന്നല്ലോ. ഒറ്റ മന്ത്രിമാരെ പറ്റി നിലിമയ്ക്ക് പറയാൻ പറ്റുമോ? അഴിമതി എന്ന് പറയാൻ പറ്റുമോ? അഴിമതി എന്ന് വെച്ചാൽ എവിടെയെങ്കിലും നിങ്ങൾ പറയാൻ പറ്റുമോ? അപ്പം ഇതെന്ന് പറയുന്നത് കരുതിക്കൂട്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും CPM-നും തകർക്കണം. അഴിമതിയുടെ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന കാഴ്ചയാണ് പറയാനുള്ളത്. ആരായിരുന്നാലും കേരളമാര് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടല്ലോ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വകുപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന കുഴപ്പങ്ങളുണ്ട്, അത് തിരുത്തണം. അത് ജനങ്ങൾക്കിടയിൽ അവമതിപ്പ് ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഇതും കേരള പ്രതിനിധികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഇത് ഞാൻ അതാണ് പറഞ്ഞത്. നിങ്ങളെല്ലാം പിണറായിയെ ഇതാണ് വയ്ക്കുന്നത്. നേരത്തെ അങ്ങനെയല്ലല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ 2 ഗ്രൂപ്പുകളായിട്ട് നിന്ന് ഇപ്പം അങ്ങനെയൊന്നുമില്ല. പാർട്ടിയാണ്. പാർട്ടിക്കകത്ത് ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പാർട്ടിയുടെ മൂല്യശേഷനം വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി കൊണ്ടുവരണം. അതെന്താ കുഴപ്പം? അത് ചർച്ചയിലൂടെയല്ലേ പറ്റുള്ളൂ. ഇതുപോലെ സമ്മേളനങ്ങൾ നടന്നാലേ പറ്റുള്ളൂ. ആ സമ്മേളനങ്ങളിലെ പ്രതിനിധികൾ സംസാരിച്ചാലേ മനസ്സിലാവുള്ളൂ. മനസ്സിലാക്കി തന്നെ കൊണ്ടുപോകണം നീലിമ. അത് ഒരു സംശയവും വേണ്ട. നിങ്ങൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. നേമത്ത് നമുക്ക് ആദ്യമായി താമര ചിഹ്നത്തിൽ രാജാവ് വിജയിച്ചു. രണ്ടാം ഇത് വന്നപ്പോഴത്തേക്ക് ബഹുമാനപ്പെട്ട ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണ് അവിടെ ജയിച്ചിട്ടുള്ളത്. നിങ്ങളെന്ന് മനസ്സിലാക്കണം. അപ്പം കോൺഗ്രസ്സുകാർ പറയുന്നത് അവിടെ മുരളീധരൻ വന്നുകൊണ്ടാണ്. ആണോ? അല്ലല്ലോ. അതങ്ങനെ അല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നേരത്തെ കോൺഗ്രസിൻ്റെ വോട്ടുകൾ കംപ്ലീറ്റും BJP-ക്ക് പോയി. ആ BJP-യുടെ വോട്ട് മുരളീധരൻ വന്നപ്പോൾ തിരിച്ചു വന്നു. അല്ലാതെ CPM-ന്റെ വോട്ടൊന്നും അവിടെ പോയിട്ടില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞാനിത് പറയുന്നത് ഈ തൃശ്ശൂരിന് ലോകസഭ വരുമ്പോൾ നോക്കി കണ്ണൂരിലെ കാര്യം പറയൂ. കണ്ണൂരിൽ ഇപ്പോൾ വലിയ വോട്ട് ചോർച്ച ഉണ്ടായെന്നാണല്ലോ പറയുന്നത്. അതിന്റെ കാരണം ഒരു കാരണം പറഞ്ഞു പോകൂ പ്ലീസ്. ഒരു കാരണം
അല്ല ഞാൻ ഒരു പറഞ്ഞത് കാരണം ഇടത് നിരീക്ഷകൻ എന്ന നിലയിൽ അങ്ങേക്ക് ബോധ്യപ്പെട്ട ഒരു കാരണം അല്ല ഞാൻ പറഞ്ഞില്ല 9 വർഷം കൊണ്ടുള്ള ഒരു ഭരണത്തിൻ്റെ ഒരു ഇത് സ്വാഭാവികമായി വരും. രണ്ടാമത്തെ കാര്യം റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളും പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരുമായിട്ടുള്ള ഒരു അന്തരം വന്നിട്ടുണ്ട്. ആ അന്തരം തീർക്കണം. വളരെയധികം നന്ദി. അത്രയും വരാം. ശ്രീ പാണ്ഡ്യല ഷാജി, ഇപ്പോൾ അഡ്വക്കേറ്റ് സതീഷ് വാസന്ത് പറഞ്ഞ് അവസാനിപ്പിച്ച ആ ഭാഗത്ത് നിന്ന് നമുക്ക് തുടങ്ങാം. അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തലനുസരിച്ച് ഭരണവിരുദ്ധ വികാരം 9 വർഷമായി ഭരിക്കുകയല്ലേ, അതുകൊണ്ടൊരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുകയാണ്. ഒപ്പം നേതാക്കളും അണികളും തമ്മിലുള്ള അകലം അങ്ങ് വല്ലാതെ കൂടുകയാണ്. ഇതാണ് ഇത്തരത്തിൽ വോട്ട് ചോർച്ചയുടെ കാരണമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അങ്ങേക്ക് കൂട്ടിച്ചേർക്കാം. അല്ല, വക്കീല് പറഞ്ഞിരിക്കുന്ന സംഭവത്തിന്റെ അതല്ല വിഷയം, അതെടുക്കട്ടെ. ഇത് എന്തിനാണ് ഒരു പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഒരു പാർട്ടി മെമ്പർ എന്തിനാണ് പ്രവർത്തിക്കുന്നത്, വർക്ക് ചെയ്യുന്നത് എന്തിനാണ്? ഇതാണ് ചോദ്യം. ഈ ഒരു ചോദ്യത്തിനാണ് മറുപടി കിട്ടേണ്ടത്. ഞാൻ വർക്ക് ചെയ്യുന്നത് സർക്കാരിന്റെ മഹാത്മ്യം മാത്രമല്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പെട്ടിരിക്കുന്ന ആളുകളെല്ലാവരും തന്നെ ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസ് പഠിച്ച് അറിഞ്ഞ് വന്നിട്ടാണ് ഇതിനകത്ത് പാർട്ടി മെമ്പർമാരാകുന്നതെന്നാണ് ഒരു സങ്കല്പമുള്ളത്. ഇതിനകത്ത് വന്നിരിക്കുന്ന ഏതാണ്ട് 90% ആളുകൾക്കും മാർക്സിയൻ ഡയലക്റ്റിക്സ് എന്താണെന്ന് അറിയില്ല. അഥവാ അത്തരത്തിലുണ്ടായിരിക്കുന്ന ഒരു പഠന ക്ലാസ്സുകളും ഇതിനകത്ത് ഇപ്പോൾ കൊടുക്കുന്നില്ല. അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ എം ഇ ഗോവിന്ദ മാഷ പോലത്തെ കക്ഷികൾ കൊടുക്കുന്നതാണ്. അവരൊക്കെ മോരും വെച്ച പോലത്തെ സാധനമാണ്. അതിനകത്തൊന്നും സാധനം ഡയലക്റ്റിക്സും ഇല്ല, മെറ്റീരിയലും ഇല്ല, ഹിസ്റ്ററിയും ഇല്ല, ഒന്നുമില്ല. അതിന്റെ പരിമിതിയല്ല ഞാൻ പറയുന്നത്. അതെല്ലാം ഒഴിവാക്കുക. ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ എവിടെയാണ് ഞാൻ ഒരു മാർക്സിസ്റ്റായി അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനായി നിൽക്കേണ്ടത് എന്ന ഒരു ചോദ്യം ഇതിനകത്ത് നിൽക്കുന്ന ഒരു പാർട്ടി മെമ്പർ ഫേസ് ചെയ്യുകയാണ്. അയാൾ കാണുന്ന സംഭവം മുഴുവൻ എന്താണ്? മറ്റു പാർട്ടികളിൽ നിന്ന് ഒരിക്കലും തന്നെ ഇത് വ്യത്യസ്തമല്ല എന്നുള്ളതാണ്. മറ്റൊന്നും ഒരിക്കലും തന്നെ വ്യത്യസ്തമല്ല. രണ്ടാമത് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? നേതാവും ജനങ്ങളും തമ്മിൽ, പാർട്ടി മെമ്പറും തമ്മിൽ അകലുന്ന ഒരു അവസ്ഥയുണ്ടാവുമ്പോൾ അവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്ന ഒരു അകൽച്ചയുണ്ട്. ഈ അകൽച്ച സ്വാഭാവികമായിട്ട് അവരെ, അതായത് തുടക്കത്തിൽ മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് അവരെ സ്വാഭാവികമായിട്ട് നയിക്കും. മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് നയിക്കുമ്പോൾ ഇപ്പൊ ഉണ്ടാകുന്ന ഒരു കുഴപ്പം എന്താണ്? ഈ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയുമായി വിയോജിക്കുന്നവരാണ് എങ്കിലും അവരുടെ കാലിന്റെ മുട്ടു പോകുന്ന കാര്യത്തിൽ തർക്കമില്ല. അയാൾ എന്ത് ന്യായം പറഞ്ഞാൽ ശരി, അത് പോകും. അല്ലെങ്കിൽ ഒരു സാമൂഹ്യമായ ഭ്രഷ്ടന് വിധേയമാക്കപ്പെടും. ഈ ഒരു അവസ്ഥയെ ഫേസ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരാൾ, കാരണം കേഡർ പാർട്ടിക്ക് അകത്ത് നിന്ന് സുരക്ഷിതത്വം അനുഭവിച്ചിരിക്കുന്ന ഒരാൾക്ക് അത്ര സുരക്ഷിതമായി നിൽക്കേണ്ടതുണ്ടെങ്കിൽ വേറെ ഏതാണ് മാർഗം? ആ ഒരു മാർഗം ഒറ്റൊന്ന് മാത്രമേ BJP മാത്രമാണ്, വേറെ എവിടെ ഇല്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇത്തരം ഒരു യാഥാർത്ഥ്യം ഉണ്ടാവുക, ആ യാഥാർത്ഥ്യത്തിന്റെ കൂടെയാണ് ആളുകൾ പോവുക. രണ്ടാമതായി വരുന്ന വിഷയം എന്താണ്? അത് മൂന്നാമതായി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? വർഷങ്ങളായി വളരെ കൃത്യമായി സംഘപരിവാർ കൊണ്ടുവരുന്ന ഒരു വലിയ എന്താ പറയുക, ഒരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. ആ അജണ്ട എന്താണെന്ന് പറഞ്ഞാൽ വിശാല ഹിന്ദു എന്ന് പറയുന്ന ഒരു സങ്കല്പം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ വിശാല ഹിന്ദു എന്ന് പറയുന്ന സങ്കല്പത്തെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഈ പാർട്ടിക്കകത്ത് വരുന്ന മഹാഭൂരിപക്ഷം പേരും ആരാണ് വാസ്തവത്തിൽ? മഹാഭൂരിപക്ഷം പേരും വാസ്തവത്തിൽ ഇന്റർ റിലീജിയൻ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഹിന്ദു റിലീജിയനെ പ്രതിനിധീകരിക്കുന്നവരാണ്. അപ്പൊ ഇത് വരുമ്പോഴെന്താണ് ഇവന്റെ ഉള്ളിലുണ്ടായിരിക്കുന്ന മറ്റൊരു ഫിൽട്ടർ എന്താണ്? നിങ്ങളുടെ നവോത്ഥാനത്തിന്റെ ഭാഗമായി ഒരു മണ്ണാങ്കട്ട ഇവിടെ പഠിപ്പിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ അതില്ലാതാവുമ്പോൾ എന്താവും? അവന്റെ സുരക്ഷിതത്വത്തിന്റെ ഭാഗമായി ഇവരെന്ത് ചെയ്യും? ഇവൻ ഓട്ടോമാറ്റിക്കലി ഇവൻ BJPയുടെ പക്ഷമായി മാറുന്നു. ഇതൊരു ഹിസ്റ്റോറിക്കൽ യാഥാർത്ഥ്യമാണ് ഈ സാധനം. ഇത്തരമൊരു യാഥാർത്ഥ്യത്തെ ഫേസ് ചെയ്യാതെ, അതിനെ അഭിമുഖീകരിക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ ഇതിനെ മുറിച്ചു കടക്കാൻ സാധ്യമല്ല. ഇവിടെയാണ് എന്ത് ചെയ്തത്? ഇവിടെയാണ് ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പെരുങ്കള്ളൻ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം എന്താണ്? അയാളിപ്പോ കേരളത്തിലെ എല്ലാത്തൊരു വിഷയത്തിനകത്ത് അതിന്റെ ഇടക്ക് പ്രവേശിക്കുകയാണ്. ബഡ്ജറ്റിനകത്ത് കേരളത്തിൽ ഒന്നും കിട്ടിയില്ല. അയാൾ പറഞ്ഞെന്താണ്? അയാൾ പറഞ്ഞത് ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വന്നിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. ഇതെന്താണ്? ഇത് രാഷ്ട്രീയ രേഖയാണ് ഈ സാധനം എന്നാ പറഞ്ഞ്, അല്ലേ? ഈ രാഷ്ട്രീയ രേഖയാണ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എങ്കിൽ ഞാൻ തിരിച്ചു വയ്ക്കുകയാണ്. ഈ രാഷ്ട്രീയ രേഖക്കകത്ത് നിങ്ങളുടെ പേര് വന്നിരിക്കുന്ന കേസിനകത്ത് എന്തുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെന്റ് നിങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യാത്തത്? ഏതെങ്കിലും ഒരു കേസിനകത്ത് നിങ്ങളെ ഈ പറയുന്ന മുഖ്യമന്ത്രിയെ വിളിച്ച് ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത്? ഇത്തരം വരെ ചോദ്യം ഉണ്ടാകുമ്പോഴാണ് ഇതിനകത്തൊരു മറുപടി വരുന്നു. അയാൾക്ക് കൃത്യമായിരിക്കുന്ന പ്രൊട്ടക്ഷൻ ആഴ്ന്ന് കിട്ടുന്നു, അയാൾ കൃത്യമായിരിക്കുന്ന പ്രൊട്ടക്ഷൻ മറുഭാഗത്ത് നിന്ന് കിട്ടുന്നു. ഇവിടെയാണ് CPMന്റെ സെൻട്രൽ കമ്മിറ്റി മെമ്പറായിരിക്കുന്ന EP ജയരാജൻ നേരത്തെ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടപ്പോ പിണറായിയിലെ RCM സ്കൂളിലെ ബൂത്തിൽ വെച്ചാണ് ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്. അത് ഇതെല്ലാം നന്ദകുമാറിന്റെ കൂടെ കണ്ടതുകൊണ്ടാണ് പ്രശ്നം, ഇല്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ആളുകൾ പരസ്പരം കാണില്ലേ? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ലിബറൽ സ്റ്റേറ്റ്മെന്റ് വഴി എന്തായി? ആളുകൾ തമ്മിലല്ല, പ്രത്യയശാസ്ത്രപരമായ വിയോജിപ്പുകളില്ലാതായിത്തീരുന്നു. പകരം വ്യക്തികൾ തമ്മിൽ ബന്ധങ്ങൾ ഉണ്ടാവുന്നു എന്ന് പറയാവുന്ന എന്താ പറയാ, ഒരു പിന്തിരിപ്പൻ രാഷ്ട്രീയ നിലപാടിലേക്ക് ഒരു മാർക്സിസ്റ്റ് ആയിരിക്കുന്ന ആൾ എത്തുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഫലം എന്താണ്? ഒരു കുഴപ്പമില്ല. ഞാൻ CPM വിട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അങ്ങേപ്പുറത്തേക്ക് പോവാം.
ഈ ഒരു അവസ്ഥയിലേക്ക് ഇത് മാറുമ്പോൾ പിന്നെ വക്കീല് എത്രമാത്രം സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളാണെന്ന് എനിക്ക് വക്കീലിന്റെ വർത്തമാനത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ വക്കീലെ പറയാം. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിനകത്തുള്ള മഹാഭൂരിപക്ഷം പേരും പ്രോ BJP ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുത കേരളത്തിന്റെ പാർട്ടിക്കകത്ത് നിലനിൽക്കുന്നു എന്നതാണ്. ഈ യാഥാർത്ഥ്യത്തെ ഫേസ് ചെയ്യുന്നതിന് പകരം അത് കേവലമായ ആന്റി ഇൻകംബൻസിയുടെ വിഷയമല്ലാതെ അല്ല. ഇയാളെ പോലത്തെ ആളിനെ പോളിംഗ് ബ്യൂറോയിൽ ഇരുത്തുന്നതാണ് വാസ്തവത്തിൽ ഓരോ ജില്ലാ സമ്മേളനത്തിൽ പറയേണ്ടതാണ്. ഇയാളെ പാർട്ടിയിൽ സാക്ക് ചെയ്യണം എന്ന് പറയേണ്ടതാണ്. പാർട്ടിയിൽ സാക്ക് ചെയ്യണം ഇയാളെ. ഇതിൽ അയാൾ ചെയ്യാന്നറിയോ? സാക്ക് ചെയ്യപ്പെടേണ്ടിയിരിക്കുന്ന ഒരാൾ പാർട്ടിയിൽ പറ്റുന്ന ആ പാർട്ടിയെ മുഴുവൻ തന്നെ അയാൾ ബൈൻഡ് ചെയ്തിട്ട് അയാൾ അതിനെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. എത്ര ജനാധിപത്യ വിരുദ്ധമാണത്! ജനാധിപത്യ വിരുദ്ധമാണെന്ന് മാത്രമല്ല, ഈ പാർട്ടിക്കകത്ത് ആരെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും താല്പര്യമുള്ളതോടുകൂടി നിൽക്കുന്നുണ്ട് എങ്കിൽ ആ താല്പര്യമുള്ളവരെ പോലും അവന്റെ എന്താ പറയാ അവനുണ്ടായിരിക്കുന്ന സമരവീര്യത്തെ ഇല്ലാതാക്കി കളിയാണ് ചെയ്യുന്നത്. അതിനർത്ഥം എന്താണെന്നറിയോ? ഇതിനകത്ത് നിന്ന് ഒരാൾ പോലും ഒരു തരത്തിലുണ്ടായിരിക്കുന്ന വിയോജിപ്പോഴും രേഖപ്പെടുത്തുകയില്ല. അങ്ങനെ യുനാനിമസ് ആയിട്ട് വരും. അതുകൊണ്ടാണ് സമ്മേളനങ്ങൾ ഇപ്പൊ വക്കീൽ പറഞ്ഞല്ലോ, സമ്മേളനങ്ങൾ 3 വർഷം കൂടുമ്പോൾ നടക്കുന്നില്ലേ? ഇത് ക്ഷീരബലിയാവർത്തനം 101 വക്കീലെ. ക്ഷീരബലിയാവർത്തനം 101 ജാനം. എന്തിനാണ് നിങ്ങൾ സമ്മേളനം നടത്തുന്നത്? ഇവിടെയാണ് ഞാൻ ചോദിക്കുന്നത്. പൊളിറ്റിക്കലായ ചോദ്യമുണ്ട്. എന്താ ചോദ്യം അറിയത്? ആ ചോദ്യം, നിങ്ങൾ എന്ത് രാഷ്ട്രീയ പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ സമ്മേളനങ്ങൾ നടത്തുന്നത്? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് മറുപടി പറയാതെ നമ്മൾ സമ്മേളനം നടത്തുന്നത് നിങ്ങൾ സമ്മേളനം നടത്തിക്കോ. ഇതാരും നടത്തുന്ന നിങ്ങൾ മുത്തൂറ്റ് ഫിനാൻസിന്റെ സമ്മേളനം നടത്തുന്ന പരിപാടി നടക്കൂലേ? ഏത് ചിട്ടി കമ്പനിക്കാരും കൃത്യമായ ജനറൽ നടത്തൂലേ? ഈ ജനറൽ നടത്തുന്നത് എന്താണ് കാര്യം? നിങ്ങൾക്ക് അതിനകത്ത് ഭൂരിപക്ഷമുള്ളവർ മാത്രമേ തീരുമാനം എടുക്കൂ. ആ തീരുമാനം എടുക്കാത്ത അവസ്ഥയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മറിച്ച് അതിൽ ന്യൂനപക്ഷമുണ്ട് എങ്കിൽ ആ ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായത്തിന് വില കൽപ്പിക്കുന്ന ഒരു പാർട്ടി ഉണ്ടാകുമ്പോഴാണ് അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവുന്നത്. അല്ലാത്ത പക്ഷം അത് എന്താണെന്നറിയോ? അത് ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. ഈ ഒരു അടിസ്ഥാനപരമായിരിക്കുന്ന ഈ ധാരണ പോലും ഇല്ലാതെ നിങ്ങൾ സംസാരിക്കുന്നത് എവിടെയാണ്? നിങ്ങളുടെ CPM-ന്റെ എന്ത് പ്രതിനിധികൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വാസ്തവത്തിൽ എന്താണ് ഈ പാർട്ടിയുടെ ഭരണഘടന? ഈ പാർട്ടിയുടെ പ്രോഗ്രാം എന്താണ്? ഈ പാർട്ടി ഇന്ന് നേരിടുന്ന പ്രതിസന്ധി എന്താണ് പ്രതിസന്ധി? ഈ കേരളം പോലുള്ള ഈ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ പാർട്ടി ഇപ്പോൾ എവിടെയുണ്ട്? ഇവിടെയാണ് ദേശീയ രാഷ്ട്രീയത്തിനകത്ത് വളരെ കൃത്യമായി രൂപപ്പെടേണ്ടിയിരിക്കുന്ന മുന്നണി സംവിധാനമുണ്ട്. ആ മുന്നണി നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഈ പാർട്ടിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഈ പാർട്ടിയുടെ കോൺട്രിബ്യൂഷൻ അതിനെ ടോർപ്പിഡോ ചെയ്യലാണ്. അതും ആർക്ക് വേണ്ടിയാണ് ടോർപ്പിഡോ ചെയ്തത്? അതും ഇയാൾക്ക് നിലനിൽക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായി മാത്രമാണ്. അതുകൊണ്ട് ഈ സമ്മേളനങ്ങൾ മാത്രം എന്താണെന്നറിയോ? ഇത് ക്ഷീരബലിയാവർത്തനം പോലെ നടക്കുന്ന ഒരു പരിപാടികൾ മാത്രമാണ്. ഈ പരിപാടികളുടെ ഭാഗമായി നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിനകത്ത് വെച്ച് നിങ്ങളും ഞാനും ജീവിച്ചിരിക്കവേ ഇതിനകത്ത് ഐകകണ്ഠ്യവും പ്രമേയവും പാസാക്കും. എന്തായിരിക്കും ആ പ്രമേയം എന്നറിയോ? നിങ്ങൾ 2026 ഇയാൾ തന്നെ ഈ പാർട്ടിയെ നയിക്കണമെന്നും ഇയാളുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് വരണമെന്നുള്ള പ്രമേയം ഏകകണ്ഠമായി ഇതിനകത്ത് രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യാതെ അതിനകത്ത് രൂപപ്പെടാൻ പോകുന്ന തുറുകണ്ണിന്റെ യാഥാർത്ഥ്യം നിങ്ങളും ഞാനും ജീവിച്ചിരിക്കാൻ കാണാൻ പോവുകയാണ്. ഇതാണ് എനിക്ക് ഇപ്പൊ ഈ റൗണ്ടിൽ പറയാനുള്ളത്. മേഡം, പാർട്ടിയുടെ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ കേന്ദ്ര കമ്മിറ്റി എടുത്തതായാലും പോളിറ്റ് ബ്യൂറോ എടുത്തതായാലും അതൊന്നും പിണറായി വിജയന് ബാധകമാകാൻ പോകുന്നില്ല എന്നതാണ് ശ്രീ പാണ്ഡ്യാല ഷാജി പറഞ്ഞു നിർത്തിയത്. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭനിലേക്കാണ്. ശ്രീ പത്മനാഭൻ, അദ്ദേഹം പാണ്ഡ്യാല ഷാജി പറഞ്ഞു നിർത്തിയ ഒരു പോയിന്റ് ഉണ്ട്, വിശാല ഹിന്ദു. ഈ വിശാല ഹിന്ദുക്കളുടെ ഒരു വോട്ട് ബാങ്ക്, അതാണ് CPM-നെ ഇത്രയും കാലം നിലനിർത്തിയത്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് ഈഴവ വോട്ടുകൾ അവരുടെ ഒരു ഡെപ്പോസിറ്റായി, CPM-ന്റെ ഒരു ഡെപ്പോസിറ്റായി കരുതിയിരുന്ന ഒരു കാലമാണ്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ആ വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ ഉണ്ടാവുകയാണ്. അതായത് CPM പ്രതിനിധാനം ചെയ്യുന്നത് ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രമാണ്. ന്യൂനപക്ഷത്തോടൊപ്പം മാത്രമാണ് CPM നിലകൊള്ളുന്നത്. ഈ ആലപ്പുഴയിലേക്ക് വലിയ വോട്ട് ചോർച്ചയും അതുപോലെ ഈ പാർട്ടിയിൽ നിന്ന് ആളുകൾ കൂട്ടമായി രാജിവെക്കുന്നതൊക്കെ നമ്മൾ കണ്ടത് ഈ ഒരു കാഴ്ചപ്പാടിന്, ഈ ഒരു വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതായത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു കടന്നുവരവ് യഥാർത്ഥത്തിൽ CPM-നെ ക്ഷീണിപ്പിച്ചിരിക്കുകയാണ്. അത് അവർ തുറന്നു പറയുന്നില്ല എങ്കിൽ പോലും ന്യൂനപക്ഷത്തിനൊപ്പമാണ് CPM എന്ന ഒരു പ്രതീതി ജനിപ്പിക്കാൻ മാധ്യമങ്ങൾക്കായി, അത്തരത്തിലൊരു തെറ്റിദ്ധാരണ നിലനിർത്താൻ മാധ്യമങ്ങൾക്കായി എന്നാണ് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത്. യാഥാർത്ഥ്യം എന്താണ്? വിശാല ഹിന്ദു സങ്കല്പമാണ് CPM-നെ കേരളത്തിൽ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങളല്ലേ? അല്ല, ഇതിലൊരു വേറെ സംഭവമുണ്ട്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM ചെയ്തൊരു കാര്യം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അബ്ദുൾ നാസർ മദനിയുമായി CPM സഖ്യമുണ്ടാക്കി. കുറ്റിപ്പുറത്ത് പിണറായി വിജയൻ ഇടതുവശത്തും കോടിയേരി ബാലകൃഷ്ണൻ വലതുവശത്തും ഇരുന്നു കൊണ്ട് അബ്ദുൾ നാസർ മദനി ഇടതുപക്ഷത്തിന്റെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ആ തെരഞ്ഞെടുപ്പിൽ 16 സീറ്റിൽ തോറ്റു.
അത് CPM ആ പരാജയത്തിൽ നിന്ന് വല്ല പാഠം ഉൾക്കൊണ്ടോ ചോദിച്ചാൽ ഒരു പാഠം ഉൾക്കൊണ്ടിട്ടില്ല. ഞാൻ വീണ്ടും EMS നമ്പൂതിരിപ്പാടിലേക്ക് പോവാം. 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ EMS നമ്പൂതിരിപ്പാട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ലീഗും കേരള കോൺഗ്രസും ഇല്ലാത്ത ഭരണം. അദ്ദേഹം പറഞ്ഞെന്താണ്? ന്യൂനപക്ഷ വർഗീയതയെ പരാജയപ്പെടുത്താൻ ഭൂരിപക്ഷ വർഗീയതയെ പാലൂട്ടി വളർത്തുക അല്ലെ ശക്തിപ്പെടുത്തുക അല്ല വേണ്ടത്, പകരം ഇടതുപക്ഷ മതേതരത്വ ജനാധിപത്യ ശക്തികളെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് 87 87 10 97 97 10 2007 22 വർഷം കഴിഞ്ഞപ്പോൾ കോയമ്പത്തൂർ ജയിലിൽ തീവ്രവാദ കേസിൽ അകപ്പെട്ട് കിടന്ന് തെളിവിന്റെ അഭാവം മൂലം കഷ്ടിച്ച് രക്ഷപ്പെട്ടു വന്ന വിദ്വാനെ പിടിച്ച് നടുക്കിരുത്തി. ആ CPMന്റെ നയം പതുക്കെ അവര് ശക്തിപ്പെടുത്തി. അത് തെറ്റായിപ്പോയി, ഇനി മദനിയായി സഖ്യമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അവര് ജമാഅത്തെ ഇസ്ലാമിയായിട്ടും അത്തരത്തിലുള്ള ഇസ്ലാമിക സംഘടനകളുമായിട്ടുള്ള ബന്ധം അതിശക്തമാക്കിയ ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. മാത്രവുമല്ല ഈ അടുത്ത കാലത്തായി ഇത് ഒരു പരാതിയായി CPMന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ആലപ്പുഴയിലെ ഒരു പരാതി അതാണ്, പല CPM വിട്ടു വരുന്നവർക്കുള്ള പരാതി ഇതാണ്. ഇവർ ഇസ്ലാമിക തീവ്രവാദ ശക്തികളുമായി ഇവര് സന്ധിയിലാണ് എന്ന രീതിയിൽ ഉള്ള പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. CAA നിയമകാലത്ത് എന്താണോ ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ വിളിച്ച മുദ്രാവാക്യം അതുതന്നെയാണ് CPM വിളിച്ചത്. CAA നിയമത്തിന് ആധാരം ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും നാട് വിട്ടു വരേണ്ടി വന്ന ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണമാണ്. ഇത് ബംഗാളിൽ CPMനെ അധികാരത്തിലെത്തിച്ച ഇതാണ്. പശ്ചിമ ബംഗാളിൽ ഇതാണ് CPMനെ അധികാരത്തിലെത്തിച്ചത് 60കളുടെ അവസാനം. അത് CPM തള്ളി പറയുന്നു. CPMന്റെ നിലപാടുകൾ ഇത്തരത്തിൽ പ്രത്യക്ഷമായി തന്നെ CPM ഈ ഇസ്ലാമിക തീവ്രവാദ ശക്തികളുമായി ഒരു ഒത്തുതീർപ്പിലെത്തുകയും അവർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിക്കുകയും ചെയ്തു എന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് CPMനുണ്ടാക്കിയ കുഴപ്പമാണ്. ഈ പിന്നാക്ക വിഭാഗങ്ങൾ, അതായത് CPMന്റെ നട്ടല് എന്ന് പറയുന്നത് പിന്നാക്ക വിഭാഗങ്ങളാണ്. അവരുടെ ഇടയിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ പാർട്ടിയോട് തെക്കൻ കേരളത്തിൽ പതുക്കെ സലാം പറഞ്ഞു തുടങ്ങി എന്നുള്ളതൊരു സത്യമാണ്. BJP ഒരു ഹിന്ദുത്വ പാർട്ടിയാണ്. അത് ജനസംഘവും ഹിന്ദുത്വ പാർട്ടിയായിരുന്നു. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഉണ്ടാക്കിയ കാലം മുതൽ ജനസംഘവും BJPയും ഹിന്ദുത്വ പാർട്ടിയാണ്. അതിൽ യാതൊരു ഏറ്റക്കുറച്ചിലില്ല, മായം ചേർക്കലില്ല. BJPയുടെ നിലപാട് കൃത്യമാണ്. അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്രം പണിയും, 370-ാം വകുപ്പ് റദ്ദാക്കും. ഇതൊക്കെ കൃത്യമാണ്. ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരും. അതിന്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു. മുത്തലാഖ് നിരോധിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഉത്തരാഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങൾ ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കി കഴിഞ്ഞു. BJP കൃത്യമായ നിലപാട് ഏത് കാലത്തും. പക്ഷെ CPMന്റെ ഈ നിലപാട് മാറ്റം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിലപാടുകൾ വെച്ചിട്ടുള്ള ഈ സർക്കസ് ആണ് ഈ കുഴപ്പങ്ങൾക്ക് ഉത്തരവാദി. അപ്പോ അത് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. BJPന് ഹിന്ദുത്വം ഇന്നലെ മിഞ്ഞാന്നുണ്ടായതല്ലോ, പണ്ടേ ഉള്ളതല്ലേ. ഇപ്പൊ CPMന്റെ അകത്ത് ഇത്തരത്തിലുള്ള ചില എന്താ പറയാ, ഇത് വളരെ ഗോപ്യമായി ചെയ്തതാണ്. ഇത് മദനിയുടെ അനുഭവത്തിന് ശേഷം പരസ്യമായി ചെയ്യുന്നത് അവസാനിപ്പിച്ചിട്ട് രഹസ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ശക്തികളുമായി അവര് പതുക്കെ സമ്പർക്കം പുലർത്തുകയും സന്ധി ചെയ്യുകയൊക്കെ ചെയ്തത്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പൊ ഇപ്പൊ അത് അണികളുടെ ഇടയിൽ ചർച്ചയായി, അണികളുടെ ഇടയിൽ അതൊരു വിഷയമായിട്ടുണ്ട്. അവര് പതുക്കെ പാർട്ടി വിടാൻ തുടങ്ങിയിട്ടുണ്ട്. യെസ്, അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക്, ഇത് തന്നെ കോൺഗ്രസിലും സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഇവിടെ അങ്ങേയറ്റം ന്യൂനപക്ഷ പ്രീണനത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിൽ അടിത്തറയിൽ വലിയ ശോഷണം സംഭവിക്കുന്നുണ്ട്. പാലക്കാട് നമ്മൾ കണ്ടതാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി അത് പ്രകടമായതാണ്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമ്പോൾ ആദ്യം അതിൻ്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിൻ്റെ വിജയത്തിൻ്റെ ഒരു ക്രെഡിറ്റ് ഏറ്റെടുത്തുകൊണ്ട് വരുന്നത് ആരാണെന്ന് നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ നിങ്ങളുടെയും അടിത്തറ വളരെ ശുഷ്കമായ ഒരു അവസ്ഥയിലേക്ക് നയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വസന്ത്, ഞങ്ങളുടെ അടിത്തറ ഒരിടത്തും പോയിട്ടില്ല. ഞങ്ങൾക്ക് 18 സീറ്റുകളോടുകൂടിയാണ് ലോക്സഭയിൽ ജയിച്ചത്. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ ജയിക്കും. നീലിമ, ഞങ്ങളുടെ അടിത്തറ പോയെങ്കിൽ അങ്ങ് നോക്കൂ, കേരളം സ്വതന്ത്രമായ ശേഷം
കേരളത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടന്നതിന് ശേഷം ഏതെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10-ലധികം സീറ്റുകളിൽ ഏതെങ്കിലും ഒരു മുന്നണി 1 ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ കഴിഞ്ഞ വർഷം ഞങ്ങൾ 10 സീറ്റുകളിൽ ജയിച്ചത്, ഞങ്ങൾ ജയിച്ചു വന്ന 18-ൽ 10-ൽ ഞങ്ങൾ ജയിച്ചത് 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. അതുകൊണ്ട് ഞങ്ങളുടെ അടിത്തറയെ പറ്റി ഞങ്ങൾക്ക് വ്യാകുലതയില്ല, നിങ്ങളും വ്യാകുലപ്പെടണ്ട. പിന്നെ നിങ്ങൾ നീലിമ കുറേയായി ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എന്ന് നിങ്ങൾ പറയുന്നു. ഇന്ത്യ മുന്നണി, ഞാൻ നാളെ ND മുന്നണി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് CPM എന്ന് പറയുന്നു. ഏത് CPM-നെ പറ്റി പറയുന്നത്? സഖാവ് യെച്ചൂരി മരിച്ചതോടുകൂടി ആ മുന്നണി ബന്ധം തന്നെ ഇല്ലാതായിട്ടുണ്ട്. ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എല്ലാ കാലത്തും പ്രതിപക്ഷ ഐക്യനിരക്കെതിരെ തോർപ്പിട വെക്കുന്ന പണിയാണ് ചെയ്തത്. ഉദാഹരണം പറയട്ടെ, ഇന്ത്യ മുന്നണി രൂപം കൊള്ളുന്നതിന് മുമ്പ് ആദ്യം ഒരു പൊതു മിനിമം പരിപാടിയുടെ നേതൃത്വത്തിൽ ഒന്നിച്ചുകൂടാമെന്ന് ഇന്ന് നിങ്ങളുടെ ഒപ്പമുള്ള നിതീഷ് കുമാർ അടക്കമുള്ളവർ തീരുമാനിക്കും. അങ്ങനെ ആ സംവിധാനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് പറ്റില്ല, നമുക്ക് 3ാം മുന്നണി വേണം എന്ന് പറഞ്ഞുകൊണ്ട് തെലുങ്കാനയിൽ പറയട്ടെ, തെലുങ്കാനയിൽ KCR-ന്റെ നേതൃത്വത്തിൽ ഇതാ നമ്മൾ 3ാം മുന്നണി ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് തെലുങ്കാനയിൽ പോയി 4-3-7 പാർട്ടിയെ കൂട്ടി മീറ്റിംഗ് വിളിച്ച ആളാണ് പിണറായി വിജയൻ. ഓർമ്മയുണ്ടല്ലോ. അതുപോലെ തന്നെ ഭാരത് ജോഡോ യാത്ര എന്ന് പറഞ്ഞ് പ്രതിപക്ഷം ഏറ്റവും വലിയൊരു സമരരംഗത്തേക്ക് ഇറങ്ങിയ സമയത്ത് അതിലേക്ക് പോയാൽ ഉറപ്പിച്ചു കളയുമെന്ന് പറഞ്ഞ് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ പേടിപ്പിച്ച ആളാണ് ഇയാൾ. അപ്പൊ അയാൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ അയാളുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്നത് അസംബന്ധമാണ്. അവർ ആ സംവിധാനത്തിന് ചോർപ്പിട വെക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെ ഞങ്ങൾ ആ കൂടെ കൂട്ടുന്നുമില്ല. ഞങ്ങൾ ഒരിടത്തും അവരുമായി സഖ്യത്തിലുമില്ല. ഇനി നിങ്ങൾ ചോദിക്കും കേരളത്തിന് ഇന്ത്യ മുന്നണിയിൽ രാഹുലിനെ തന്നെ വേണ്ട, ആ നേതൃനിരയിലേക്ക് മറ്റാരെങ്കിലും കടന്നു വരട്ടെ എന്നുള്ള അഭിപ്രായം ശരത് പവാർ അതുപോലെ തൃണമൂൽ കോൺഗ്രസ് ഒക്കെ ഉയർത്തുന്ന സാഹചര്യമുണ്ട്. കോൺഗ്രസിനെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല. അങ്ങനെയൊരു വൈരുദ്ധ്യം കൂടിയുണ്ട് ഇക്കാര്യത്തിൽ. അത് മുന്നണി രാഷ്ട്രീയത്തിൽ പലപ്പോഴും ഉണ്ടാവും. നിങ്ങളുടെ ഒപ്പം ഇന്ന് നിതീഷ് കുമാർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പിന്നീട് ഈ കോൺഗ്രസിനൊപ്പം വന്ന് പിന്നീടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ആ രണ്ടാമത് വന്ന സമയത്ത് നരേന്ദ്രമോദിയെ വിശ്വസിക്കാനേ കൊള്ളില്ല എന്നാണ് നിതീഷ് പറഞ്ഞത്. ആ നിതീഷ് നിങ്ങളുടെ കൂടെ ഇല്ലേ? അപ്പൊ അതൊക്കെ മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. അങ്ങനെ പല വിഷയങ്ങളും ഉണ്ടാവും. നോക്കൂ, CPM-നെ സംബന്ധിച്ചാണല്ലോ നമ്മുടെ ചർച്ച. CPM-നെ സംബന്ധിച്ച് അവരെന്തുകൊണ്ട് പരാജയപ്പെടുന്നു അല്ലെങ്കിൽ അവരുടെ അടിത്തറ ചോർന്നു പോകുന്നു എന്ന് ചോദിച്ചാൽ, അവരെല്ലാ കാലത്തും ഒരിക്കലും യാഥാർത്ഥ്യമാകാത്ത കപട സ്വപ്നങ്ങൾ വിറ്റവരാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യമുണ്ടായ സമയത്ത് ഇവർ പറഞ്ഞു, ഇതാ നോക്കൂ, ഇത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല, നമ്മളെ ചൈന ഭരിക്കും, ചൈന ഭരിച്ച് ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഇന്ത്യ ആയി മാറും, കമ്മ്യൂണിസ്റ്റ് ഇന്ത്യ റിപ്പബ്ലിക് ആയി മാറും. അങ്ങനെ ഇവിടെ മാവോയെ പോലെ പിണറായി വിജയനെ പോലെ അന്നത്തെ ഏതെങ്കിലും ഒരു നേതാവ് ഈ ഡാങ്കയൊക്കെ ഇന്ത്യയുടെ പ്രസിഡന്റ്ഷിപ്പിലേക്ക് വരും, ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് വരും എന്ന് പറഞ്ഞ് കുറെ കാലം ഇവർ സ്വപ്നം വിറ്റ് നടന്നു. ലാസ്റ്റ് അത് തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കിയാണല്ലോ കഴിഞ്ഞ ദിവസം ഇവർ കൊടി ഉയർത്താൻ പോയത്. അതിനുശേഷം ഇവർ കുറെ കാലം കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തു. കഴിഞ്ഞ ദിവസം നാണവും മാനവുമില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി പറയാണ് ഇനി വരാൻ പോകുന്നത് AI യുഗമാണത്രേ. കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു ചാനലിൽ ചർച്ചയിലിരിക്കുമ്പോൾ അവിടെ ഇടതു പ്രതിനിധി വലിയ ആവേശത്തിൽ പറയാണ്, നോക്കൂ ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ചൈനയിലേക്ക്, അവിടെ ഇതാ AI-യുടെ നേതൃത്വത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ഏത് AI ആണ്? AI അടക്കമുള്ള ഇൻഫർമേഷൻ ടെക്നോളജി ഈ രാജ്യത്ത് വന്നപ്പോ അത് ശരിയല്ല, അതിനെതിരെ സമരം ചെയ്യുമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടു. പറഞ്ഞത് ശരിയാണ്. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദനും അത് നിരാകരിക്കുന്നത്, കമ്പ്യൂട്ടറിനെയൊക്കെ തള്ളി പറഞ്ഞ അതേ മനോഭാവത്തോട് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയും തള്ളിക്കളയുന്നൊരു അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് ഞാൻ കേട്ടിരുന്നു. തീർച്ചയായും. അതിനുശേഷം ഇവർ കുറെ കാലം ശ്രീ VP പത്മനാഭൻ പറഞ്ഞതുപോലെ ഇവർ കുറെ കാലം കോൺഗ്രസ് വിരുദ്ധത പറഞ്ഞു നടന്നു. കുറെ കാലം കോൺഗ്രസ് വിരുദ്ധതയായിരുന്നു ഇവരുടെ മുഖമുദ്ര. അത് തെറ്റിപ്പോയി എന്ന് പിന്നീട് ഇവർ തന്നെ മാറ്റി പറഞ്ഞു. ഇവർ ഞങ്ങൾക്കൊപ്പം ചേർന്നാലേ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ, അടിവേരിലെ മണ്ണൊഴിച്ചു പോകാതിരിക്കാൻ പറ്റൂ എന്ന് മനസ്സിലാക്കി അവർ ഞങ്ങളുടെ മുന്നണിയിലും ചേരിയിലും ഒക്കെ ചേരുന്ന അവസ്ഥയുണ്ടായി. കുറെ കാലം RSS-നെ എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം RSS പ്രവർത്തകനായിരുന്ന വാടിക്കൽ രാമകൃഷ്ണന്റേതാണ്. ആ വാടിക്കൽ രാമകൃഷ്ണനെ കൊല ചെയ്ത പ്രതിയായ പിണറായി വിജയൻ പിന്നീട് RSS നേതൃത്വവുമായി സന്ധി ചെയ്യുന്നതിൽ തെറ്റില്ല. ഇപ്പൊ നേരത്തെ പാണ്ഡ്യാൻ ഷാജി പറഞ്ഞതുപോലെ അതുമായി സന്ധി ചെയ്യുന്നതിൽ തെറ്റില്ല, അവരുമായി ഒരുമിച്ച് കാണുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആരാണ് എന്ന് നോക്കണം. കുറെ കാലം അവരെ കാണുന്നത് ചതുർത്ഥിയാണ് എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരാൾ അയാളുടെ തന്നെ വിശ്വസ്തരെ RSS നേതാക്കളെ കാണാൻ പറഞ്ഞു വിട്ടു. അതായത് വ്യത്യാസം ഉണ്ടാകുന്നത് വായിക്കാനും വായിക്കുന്നത് കൂട്ടി വായിക്കാനും, സഖാവ് VS-ന്റെ ഭാഷയിൽ പറഞ്ഞാൽ
നല്ല നെല്ലരി ചോറുണ്ണുന്ന സഹാക്കന്മാർ ആ കൂടെ ഉള്ളപ്പോ അവർക്കത് മനസ്സിലാവാൻ തുടങ്ങി. നമ്മൾ പണ്ട് പറഞ്ഞതിൽ നിന്നെല്ലാം അങ്ങേയറ്റം വ്യതിചലിച്ചു കഴിഞ്ഞു. അങ്ങേക്ക് ഒരു 10 സെക്കൻഡ് അങ്ങ് നടന്നു ഒരു വൈദ്യാത്മകത പ്രശ്നം പറയാം. ഇവർ എല്ലാ കാലത്തും മാർക്കറ്റ് ചെയ്ത ഒരാളാണ് പുഷ്പൻ. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് പാടുന്ന ടീമാണ്. ഈ പുഷ്പൻ എന്തിനാണ് സമരം ചെയ്തത്? പുഷ്പൻ സമരം ചെയ്തത് ശാസ്ത്രീയ മേഖലയിലെ വിദ്യാഭ്യാസം 30% പ്രൈവറ്റൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴാണ്. MVRനെതിരെ വലിയ സമരവുമായി പുഷ്പൻ പോയി. പുഷ്പൻ അടക്കമുള്ള സഖാക്കൾ പോയി. ആ പുഷ്പനെ വിറ്റവർ അധികാരത്തിൽ വന്നു. ശ്രീമതി നീലിമ, അങ്ങേക്കറിയാമോ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ശാസ്ത്രീയ വിദ്യാഭ്യാസം 100% പ്രൈവറ്റൈസ് ചെയ്ത ഗവൺമെന്റിന്റെ പേര് പിണറായി ഗവൺമെന്റ് എന്നാണ്. ഏത് ആ പാവം പുഷ്പനെ ആ സമയത്ത് പിണറായിയുടെ മകൾ ഒരു സ്വാശ്രയ കോളേജിൽ പഠിക്കാൻ പോയതൊക്കെ അതൊക്കെ ചരിത്രമാണ്. അതൊക്കെ ഒട്ടേറെ തവണ ചർച്ചയ്ക്ക് വന്നതാണ്. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, ഇതിൽ ചെറിയൊരു ഇടപെടൽ അനിവാര്യമാണ്. അതായത് ചില കോംപ്രമൈസുകൾ നടക്കുന്നു എന്നൊക്കെ പറയുകയാണ്. അത് നിരന്തരം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ കേൾക്കുന്നതാണ്. അല്ല, ഇതൊരു വിഷയം എന്താ അറിയോ, കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമാണ് CPM. അത് സീതാറാം യെച്ചൂരിയുടെ മരണശേഷം വിട്ടുപോയി എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ സഖ്യമായിരുന്നു, ത്രിപുരയിൽ സഖ്യമായിരുന്നു, തമിഴ്നാട്ടിൽ സഖ്യമായിരുന്നു, പല സംസ്ഥാനങ്ങളിലും സഖ്യമായിരുന്നു. അപ്പോൾ അത് വിശാലമായ അർത്ഥത്തിൽ അവർ ഇന്ത്യൻ മുന്നണിയുടെ ഭാഗമാണ്. ഈ വിഷയങ്ങളൊന്നും ആ മുന്നണിയിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. അതായത് കേരളത്തിൽ ഈ പറയപ്പെടുന്ന അല്ലെങ്കിൽ ഇവർ ആരോപിക്കുന്ന BJPയും CPMും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് എന്നൊക്കെ പറയുന്നൊന്നും ആ മുന്നണിയിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. മാത്രമല്ല, ഞാനൊരു തമാശ കൂടി പറയാം. ഈ CPMന് ഇത്തവണ ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാൻ കാരണം കോൺഗ്രസ്സുകാരാ. കാരണം ഈ 3 സീറ്റ് എന്നുള്ളത് 4 ആക്കി കൊടുത്തത് അവരാണ്. അഡ്വക്കേറ്റ് സതീഷ് വാസന്ത്, ഇതാണ് യഥാർത്ഥത്തിൽ സ്ഥിതി എന്ന് പറയുന്നത്. നമ്മൾ നോക്കൂ, ഈ ഹൈന്ദവ വോട്ടുകളുടെയൊക്കെ വലിയ ഹൈന്ദവ വിഭാഗം CPMനെ ഒരു കാലത്ത് അങ്ങേയറ്റം പിന്തുണച്ചിരുന്നവരാണ്. ഇപ്പോഴും വലിയൊരു ശതമാനം പിന്തുണയ്ക്കുകയാണ്. പക്ഷേ പലർക്കും യാഥാർത്ഥ്യ ബോധം വന്നു തുടങ്ങി. CPM ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്, ആരുടെ താല്പര്യങ്ങളാണ് CPM സംരക്ഷിക്കുന്നത് എന്നുള്ള വളരെ കൃത്യമായ ബോധ്യം വന്നു. ആലപ്പുഴയിലടക്കം നമ്മൾ കണ്ടത് അതാണ്. നോക്കുന്നില്ല, അന്നും ഇന്നും CPM എതിർക്കുന്ന ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും എതിർത്തുകൊണ്ടാണ് ഈ പാർട്ടി നിൽക്കുന്നതെന്നേ. അതിൽ ചിലപ്പോൾ നിങ്ങൾ പറയുന്നതായിരിക്കും, അവർ പറയുന്നുണ്ട് പക്ഷേ ഭൂരിപക്ഷ വർഗീയത എന്ന് മാത്രമാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷം എന്ത് ചെയ്താലും അതിനെ വെള്ളപൂശുന്ന സമീപനം. വെള്ളപൂശനമില്ല, അതല്ല പറഞ്ഞ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കുന്ന പാർട്ടിയാണ് CPM. ഇല്ലാതൊന്നും ഒരിടത്തും നിങ്ങൾ പറയല്ലേ. അതിന് നമുക്ക് ഒരു ഭരണം നഷ്ടപ്പെട്ടാലും നമുക്ക് പ്രശ്നമില്ലാന്നേ. ആ ഐഡിയോളജിക്കൽ വെച്ചുകൊണ്ട് തന്നെ CPM എന്നുള്ള പാർട്ടി മുന്നോട്ട് പോകും, ഒരു സംശയവും വേണ്ട. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും വേണ്ട. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, 2019-ലും 2024-ലും CPMന് ഒരു സീറ്റേ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ. ഒരു ഉദാഹരണം പറയാൻ, അന്നെന്ന് വെച്ചാൽ 2019 കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വരുന്നുണ്ട്. ആ കോൺഗ്രസ് വരുമ്പോഴത്തേക്ക് നമ്മളെ കേരളത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ വോട്ടല്ലാതെ UDFനെ ജയിപ്പിക്കാനല്ലാതെ LDFനെ ജയിപ്പിക്കലെന്നുള്ള ധാരണയിലാണ്. ഇപ്പം നമ്മൾ വസന്ത് പറഞ്ഞ പോലെ 1 ലക്ഷത്തിൽ കൂടുതൽ വോട്ട് ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ള ഇതുകൊണ്ടെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാം. 2024 ഇതേപോലെ തന്നെ BJP ഇറക്കാൻ വേണ്ടി കോൺഗ്രസിനെ ജയിപ്പിക്കണം എന്നുള്ള ഒരു തത്വത്തിൽ ജനങ്ങളുടെ ഒരു മനോവികാരം വന്നിട്ടുണ്ട്. ആ മനോവികാരത്തിൻ്റെ പുറത്താണ് ഇവർക്ക് ഇത്രയും സീറ്റ് 18 സീറ്റ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവർക്ക് ഒരു സീറ്റ് പോയിട്ടേ ഉള്ളൂ, തൃശ്ശൂരിലുള്ള സീറ്റ്. നമ്മളൊരു സീറ്റ് ഇപ്പം ആലപ്പുഴ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേലക്കര പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇത് പറയുന്നത് CPMനെ പോലത്തുള്ള LDFൽ ഇപ്പോഴും വോട്ട് ചോർച്ചയൊന്നും വന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 19 പോലെയല്ല 24. തൃശ്ശൂരിലെ ആ മാറ്റം നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും BJP കൈവരിച്ച വോട്ട് ഷെയർ അതൊക്കെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. അത് കണ്ണൂരിലെ സഖാക്കൾക്ക് മനസ്സിലായി. അവിടുത്തെ തൃശ്ശൂരിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും 2 കേന്ദ്രമന്ത്രിമാർ ഇന്ന് കേരളത്തിനെ പറ്റി പറഞ്ഞത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കഴിഞ്ഞു.
അപ്പം തൃശ്ശൂർ അടുത്തത് എങ്ങനെയാണെന്ന് അവർ മനസ്സിലായി. തൃശ്ശൂരിലെ ജനങ്ങൾ നമ്മളിങ്ങനെ ജയിപ്പിച്ചു വിട്ട ആൾ ഇങ്ങനെയൊക്കെ പറയുമോ, നമുക്ക് തന്നെ തിരിച്ചേറ്റ് കുത്തണമെന്നാണ് അവർ നോക്കുന്നത്. നേരത്തെ ജോർജ് കുര്യൻ എന്താണ് പറഞ്ഞത്, നിങ്ങളൊരു ദാരിദ്ര്യം ഇത് ഉണ്ടാവണമെന്ന്. അങ്ങനെ വേണ്ട. ആ ദാരിദ്ര്യം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിലൊരു വ്യക്തത വരുത്തിപ്പോണം. കാരണം ജോർജ് കുര്യൻ പറഞ്ഞതായാലും സുരേഷ് ഗോപി പറഞ്ഞതായാലും അത് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു എന്ന രീതിയിൽ അവർ തന്നെ അക്കാര്യം തിരുത്തി പറഞ്ഞിട്ടുണ്ട്. ശ്രീ പത്മനാഭൻ, അതിലൊരു വ്യക്തത പ്ലീസ്. അങ്ങനെയാണെങ്കിൽ ന്യൂനപക്ഷ മന്ത്രി വേണ്ടല്ലോ. അങ്ങ് പറഞ്ഞതിൽ ഒരു വ്യക്തത ആവശ്യമാണ് ശ്രീ പത്മനാഭൻ. അല്ല, അതില് ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞതിന്റെ യുക്തി ഇത്രയാണ്. ഇവിടെ എന്ത് വിഷയ ചർച്ചയ്ക്ക് വന്നാലും ഇവർ പറയും കേരളം നമ്പർ 1, കേരളം വിദ്യാഭ്യാസ മേഖലയിൽ നമ്പർ 1. അങ്ങയിലേക്ക് വരാം. ഒരു സെക്കൻഡ്. താങ്കൾ വലിയൊരു ആരോപണമല്ലേ ഉന്നയിച്ചത്? മറുപടി പറയട്ടെ. ഞാൻ ആരോപണമല്ല പറഞ്ഞതാണ് പറഞ്ഞത്, ആരോപണം. സംസാരിക്കട്ടെ, ഞാൻ അങ്ങയിലേക്ക് തന്നെ വരാം. ഇവിടുത്തെ ജനങ്ങൾക്ക് അങ്ങയിലേക്ക് തന്നെ വരാം. ഒന്ന് സംസാരിക്കട്ടെ. തർക്കമില്ല. ആരോഗ്യ മേഖലയിൽ നമ്പർ 1, യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഏത് വിഷയം എടുത്തിട്ടാൽ നമ്പർ 1. ഇവർ വേറൊരു കാര്യം കൂടി പറയും, നാഷണൽ ഹൈവേ വികസനം. നമ്മൾ പറഞ്ഞല്ല, നിങ്ങളെ നീതി ആയോഗ് പറഞ്ഞിട്ടുള്ളതാണ്. ആരോഗ്യ മേഖലയിൽ കേരള നമ്പർ 1 നീതി ആയോഗ് പറഞ്ഞിട്ടുള്ളതാണ്. ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ഒക്കെ നമ്പർ 1 എന്ന് പറയുന്നു. ഞങ്ങൾ മാത്രമാണ് ഹൈവേ വികസനത്തിന് പൈസ കൊടുത്തതെന്ന് പറയും. സത്യത്തിൽ അതൊന്നും അങ്ങനെയല്ല. പോട്ടെ, ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ, ഞാൻ ബീഹാർ പോയിട്ടുണ്ട്. അങ്ങ് ബീഹാർ പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്ന് പോയി നോക്കണം ബീഹാറിൽ. അവിടെ കഴിഞ്ഞ കാലം ഭരിച്ചവർ, ഒരു കുടുംബം 15 വർഷം അമ്മയും അച്ഛനും കൂടി ഭരിച്ചതാണ്. ആ ഒരു കുടുംബം ഭരിച്ചിട്ട് ആ ബീഹാറിൽ നല്ല റോഡില്ല, നല്ല സ്കൂളില്ല, നല്ല കോളേജില്ല, നല്ല ആശുപത്രി ഇല്ല. ബീഹാർ എന്ന് പറയുന്ന 8 കോടിയോളം ജനങ്ങൾ ജീവിക്കുന്ന, ഇന്നും ദാരിദ്ര്യത്തിന്റെ പടികുഴിയിൽ വീണ് കിടക്കുന്ന സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തെ കഴിഞ്ഞ കുറെ വർഷമായി പതുക്കെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾ ഒരു ഓട്ടത്തിന് പങ്കെടുക്കുന്ന ഓട്ടക്കാരന് 2 കാലിനും നല്ല ആരോഗ്യം വേണം. പശ്ചിമ ഭാരതം, ദക്ഷിണ ഭാരതം ഒക്കെ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ കിഴക്കൻ മേഖല, ബംഗാൾ, നിങ്ങളെ പാർട്ടി 34 വർഷം ഭരിച്ച ബംഗാൾ, അത് പ്രത്യേകം എടുത്തു പറയണം. കാരണം കേരളത്തില് ഇന്ന് ജോലിക്ക് വന്ന് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നതിൽ ഭൂരിപക്ഷം അന്യ സംസ്ഥാന തൊഴിലാളികളിൽ ഭൂരിപക്ഷം ബംഗാളികളാണ്. അപ്പൊ ബംഗാള്, ബീഹാർ, ഒറീസ, ജാർഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങൾ പിറകിലാണ്. അപ്പൊ അവർക്ക് പ്രത്യേക സഹായം കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരണം. നിങ്ങൾ ആ സഹായം അതുപോലെ നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ കിട്ടാത്ത കാര്യമാണ്. കാരണം നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു, നമ്മൾ മുന്നിലായവൻ ഇനിയും വേണമെന്ന് പറയുന്ന അർത്ഥമില്ല. ഒരുപാട് സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കിഴക്കൻ ഭാരതത്തിൽ നിങ്ങൾ 34 വർഷം ഭരിച്ച പശ്ചിമ ബംഗാൾ അടക്കം അത് വളരെ പിറകിലാണ്. നമുക്ക് അവരെ മുന്നോട്ട് കൊണ്ടുവരണം. അതിന് പ്രത്യേക സഹായം വേണം. ആ പ്രത്യേക സഹായം ഞങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോൾ അതിനെന്ത് അർത്ഥമാണുള്ളത്? അങ്ങനെ സത്യത്തിൽ പറയാൻ പാടില്ല. കാരണം അവര് പിന്നാക്കം നിന്ന് കഴിഞ്ഞാൽ രാജ്യം പിന്നോക്കം പോകും. അല്ലത് സാറേ, ഒരു മിനിറ്റ്. കഴിഞ്ഞ പ്രാവശ്യവും ധനകാര്യമന്ത്രി അവതരിപ്പിച്ചു, അന്നും ബീഹാറിനൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. അത് മനസ്സിലാക്കണം. അടുത്ത തവണയും കൊടുക്കും. അല്ല, അത് നിങ്ങൾക്ക് ഇപ്പൊ സപ്പോർട്ട് വേണം. അവര് പിൻവലിച്ചാൽ നിങ്ങളില്ല, BJP ഇല്ല, NDF ഇല്ല. നിങ്ങള് പറഞ്ഞല്ലോ വഖഫ് നിയമം അവരെ പേടിച്ചിട്ട് അവതരിപ്പിക്കാത്തത്. അടുത്ത ആഴ്ച പാസ്സാക്കാം. അപ്പൊ അവര് പോവില്ലയോ നമുക്ക് കാണാം. ആരും എവിടെ പോവാൻ പോകുന്നില്ല. അപ്പൊ അതൊന്നും നടക്കാത്ത കാര്യമാണ്. അത് പോട്ടെ. അപ്പൊ പ്രത്യേക പദവി, പ്രത്യേക സഹായം ചില സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം. അവർ സാമ്പത്തികമായി പിറകിലാണ്. അതിന് ഉത്തരവാദി ആ സംസ്ഥാനം കഴിഞ്ഞ കാലങ്ങളിൽ ഭരിച്ചവരാണ്. അത് ബംഗാളിന്റെ കാര്യത്തിൽ നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി. അപ്പൊ അതൊക്കെ പരിഹരിക്കാനുള്ള സഹായം കൊടുക്കുമ്പോ നിങ്ങൾ അതിന് ഞങ്ങൾക്ക് വേണം. അതേപോലെ നമുക്ക് തരാൻ പറ്റില്ല. നമുക്ക് തരില്ല, തമിഴ്നാട്ടിന് തരില്ല, കർണാടകയ്ക്ക് കൊടുക്കില്ല, ആന്ധ്രാപ്രദേശിന്, തെലുങ്കാനയ്ക്ക്, ഗുജറാത്തിന് തീരെ കൊടുക്കില്ല, മഹാരാഷ്ട്രയ്ക്ക്. ഇതൊക്കെ സാമ്പത്തികമായി മുന്നോട്ട് ചാടിക്കഴിഞ്ഞു. വ്യവസായവൽക്കരണം നടന്നു. ഒരു വ്യവസായവൽക്കരണത്തിന്റെ ഒരു സംഗതി പോലും വർഷങ്ങളോളം ബീഹാറിൽ നടന്നിട്ടില്ല. ഇപ്പോഴാണ് നടന്നു വരുന്നത്. അവരെ സഹായിക്കേണ്ടത് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ആവശ്യമാണ്. അതിനെ ആ രീതിയിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നിങ്ങൾ കാണണം. അതാണ് അക്കാര്യത്തിൽ പറയാനുള്ളത്. ശ്രീ പാണ്ഡ്യാല ഷാജിയിലേക്ക് വരികയാണ്. നമ്മുടെ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ, ഈ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പാർട്ടിയെ നവീകരിക്കാനുള്ള, പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? സാധ്യമല്ല. നിലവിലുള്ള സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോവുകയും
മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ സിൽബന്ധികൾക്കും വേണ്ടുന്ന ആളുകളെ ശിങ്കിടികളെ അതിനകത്ത് ഇരുത്തി അത് കുറെ കൂടി ഷാർപ്പൺ ചെയ്യിക്കാനുള്ള സംവിധാനം അയാൾ ഒരുക്കുമെന്ന് മാത്രമേ അത് അയാൾ ഉദ്ദേശിക്കുന്നുള്ളൂ. വേറെ ഒന്നും അതിനെ സംഭവിക്കാൻ പോകുന്നില്ല. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം എന്താ പറഞ്ഞാൽ, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഐഡിയോളജിക്കലായി ഈ പാർട്ടി നേരിടുന്ന വലിയ പ്രതിസന്ധിയുണ്ട്. ഈ പ്രതിസന്ധി പരിഹരിക്കാനോ ആ പ്രതിസന്ധി മുറിച്ചുകിടക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനോ പ്രാപ്തനല്ല ഈ കേരളത്തിലെ മുഖ്യമന്ത്രി. കാരണം അയാൾക്ക് ഐഡിയോളജി ഇല്ല, അയാൾക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്ര ദുർബലരാക്കപ്പെട്ടിരിക്കുന്ന ഒരാൾ, അഡ്മിനിസ്ട്രേഷനിലും അയാൾ അങ്ങേയറ്റം ദുർബലനായിരിക്കുന്ന ഒരാളാണ്. ഇത് രണ്ടുമല്ലാതെ അയാളുമായി ബന്ധമുള്ള സിൽബന്ധികളുടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് സത്യത്തിൽ ഈ പറയുന്ന കേരളത്തിലെ ഗവൺമെന്റും അതോടൊപ്പം തന്നെ ഈ പാർട്ടിയും എന്ന് പറയുന്നത്. അതിനകത്ത് എടുക്കുന്ന ആത്യന്തികമായ ആ പാർട്ടിയുടെ തീരുമാനം എടുക്കുന്ന ആൾ ആരാണ്? അതീ പറയുന്നത് ഇയാൾ മാത്രമാണ്. വേറെ ആർക്കും അതിനകത്ത് ഒരു വോയിസും ഇല്ല. ഈ വോയിസ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്ത് ഗൗരവതരമായിരിക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ നടക്കണം. ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ചർച്ചയും നടത്താൻ താല്പര്യപ്പെടാതെ നിങ്ങൾ രാവിലെയും വൈകുന്നേരം ഒരേ സാധനം തന്നെ ഈ ഗവൺമെന്റ് ഗംഭീരമാണ് എന്ന് വാഴ്ത്തുപാട്ട് പാടാൻ മാത്രമാണ് ഇതിനകത്ത് ഓരോ ആളെയും നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നിശ്ചയിക്കുന്ന സംവിധാനം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാക്രമത്തിന്റെ ഭാഗമല്ലാതെ ഒന്ന്. രണ്ട്, അത് അതിന്റെ പ്രത്യയശാസ്ത്രപരമായിരിക്കുന്ന രീതിയുമല്ല. മറിച്ച് ഇതിനകത്ത് വീണ്ടും എന്തെല്ലാമാണ് പുതിയ പരീക്ഷണങ്ങൾ വേണ്ടത്. ഇപ്പൊ എം പി ഗോവിന്ദ മൂപ്പർ വലിയ AI സംഭവത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അയാളുടെ വാസ്തവം എന്താന്ന് പറഞ്ഞാല് വായിക്കണം, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വന്നിരിക്കുന്ന പുസ്തകമുണ്ട്, ബ്രേവ് ന്യൂ വേൾഡ്, ധീരനൂതന ലോകം, ആൾഡർ സെക്സിയുടെ. ഈ ആൾഡർ സെക്സിയുടെ പുസ്തകമായിട്ട് എത്രയായെന്ന് പറഞ്ഞാൽ വർഷങ്ങളായി ആ സാധനം വന്നിട്ട് അതിനകത്താണ് 3 തരത്തിലുണ്ടായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ലബോറട്ടറിക്കകത്ത് വെച്ച് നിർമ്മിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ള പരീക്ഷണം വന്നത്. അതുപോലെ കോൾഡ് ഇക്വേഷൻ എന്ന് പറയുന്ന സതീഷ് പോളിന്റെ ഗംഭീരമായിരിക്കുന്ന വർക്ക്. ഇതെല്ലാം പറയാൻ നമ്മൾ ചെറിയ പ്രായത്തിൽ വായിച്ച സാധനമാണ് ഇതെല്ലാം. അപ്പൊ ഇതുപോലും കാണാതെയാണ് AI വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇയാൾക്ക് വാസ്തവത്തിൽ ഒരു എന്താ പറയാ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്നു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ മാറണ്ടേ? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്നല്ലോ. ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായി വന്നിരിക്കുന്ന മാറ്റമാണ് നമ്മൾ അനുഭവിക്കുന്ന മാറ്റം. അപ്പൊ ഇത്തരം ഒരു മാറ്റത്തെ അഡ്രസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് വേണം? നിങ്ങളുടെ ഭാഗത്ത് വരാവുന്ന ക്രൂരതക്കും അതോടൊപ്പം തന്നെ വിവരമില്ലായ്മക്കും അറുതി വരികയാണ് വേണ്ടത്. ഇത് വരുന്നതിന് പകരം എന്താന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ സംഘടനാ ചട്ടക്കൂട് വെച്ച് ഇതിനകത്ത് വരേണ്ടിയിരിക്കുന്ന എന്തെങ്കിലും ഗൗരവതരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ടില്ല. പിന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബഹുമാനപ്പെട്ട പത്മനാഭ വക്കീലോട് ഒരു കാര്യം, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും ഇന്ത്യ എന്താണെന്ന് അറിയില്ലായിരുന്നു. സത്യവതാണ്, അറിയില്ലായിരുന്നു. അവർ നോക്കിയത് എവിടെയാണ്? ഒന്നുകിൽ റഷ്യയിലേക്ക് നോക്കി, അല്ലെങ്കിൽ ചൈനയിലേക്ക് നോക്കി. അതിന്റെ ഫലം എന്താണ്? അവർക്ക് ഇന്ത്യ എന്താണെന്ന് അറിയില്ല. അതിന്റെ ഫലം എന്താണ്? ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പാർട്ടി പ്രോഗ്രാം ഉണ്ടോ? പാർട്ടി പ്രോഗ്രാം ഇല്ല. ഒരു ഭാഗത്ത് വരുന്നു ചൈനയുടെ പ്രോഗ്രാമാണ് ശരിയെന്ന് പറഞ്ഞു, മറുഭാഗത്ത് പറഞ്ഞു സോവിയറ്റ് യൂണിയന്റെ പ്രോഗ്രാമാണെന്ന് പറഞ്ഞു. പരിപാടി പോലും ഇല്ല. ഇവിടെ ഇന്ത്യയിലെ വലിയ വിപ്ലവകാരികൾ എന്ന് പറഞ്ഞ CPM-ന്റെ ആൾക്കാർ പോയി സ്റ്റാലിനോട്ട് പോയിട്ട് പറയാണ് നമുക്ക് ഇവിടെ ഒരു പരിപാടി ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞിരിക്കുന്ന അത്ഭുതകരമായ ഒരു അഭിപ്രായം പറഞ്ഞ കക്ഷികളാണ് CPM-ന്റെ പോളിറ്റ്ബ്യൂറോ നേതാക്കന്മാരെന്ന് പറയുന്നവർ. അപ്പോൾ അവർക്ക് ഇതൊന്നും അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ അറിയാത്ത ഒരു സംഭവത്തെ നമ്മൾ അറിഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നിലപാടുകൾക്കകത്ത്, നമ്മുടെ ധാരണകൾക്കകത്ത് നമ്മൾ വലിയ തോതിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ വരുത്തണം. അത് ബുദ്ധിപരമായി വരുത്തേണ്ടിയിരിക്കുന്ന ചേഞ്ചസ് ആണത്. ഇത്തരം ബുദ്ധിപരമായിരിക്കുന്ന അന്വേഷണങ്ങൾ നടത്താതെ മൃതമായി പോയിരിക്കുന്ന ഒരു പാർട്ടി സംഘടനാ സംവിധാനം, ആ മൃതമായി പോയിരിക്കുന്ന ഒരു പാർട്ടി സംഘടനാ സംവിധാനത്തിൽ നിന്ന് ഇതിനേക്കാൾ നാറിയ എന്തെങ്കിലും സാധനം വരുന്നുണ്ടെങ്കിൽ അതുപോലും സഹിക്കാൻ മാത്രമാണ് വാസ്തവത്തിൽ ഈ പാർട്ടി സമ്മേളനങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് കണ്ണൂർ നടക്കുന്ന പാർട്ടി സമ്മേളനത്തിനകത്ത് ഒരു മണ്ണാങ്കട്ടയും സംഭവിക്കില്ല എന്നും ഇത് ഈ പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടന്നാൽ പോലും ഒരു മണ്ണാങ്കട്ടയും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഇതിന്റെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഇതെന്തിനു വേണ്ടി എന്നുള്ളതാണ്. ഒറ്റ പോയിന്റ് കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കും. ഇതെന്തിനു വേണ്ടി എന്നുള്ളതാണ്. അത് ഇയാളുമായി ബന്ധമുള്ള ആളുകൾ നടത്തിയിരിക്കുന്ന അഴിമതികൾ, അതിൻ്റെതായിരിക്കുന്ന സമസ്ത വൃത്തികേടുകളും ആ വൃത്തികേടുകളെ മൂടി വെക്കാനുള്ള ഒരു ഘടനാപരമായിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. ആ സംവിധാനത്തെ സാക്ഷാത്കരിക്കാൻ മാത്രമുള്ള പദ്ധതിയുടെ ഭാഗമായാണ് ഇതുപോലെ തന്നെ തുടരണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അയാൾ എന്ത് ചെയ്തു? ഇല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ഇല്ലെങ്കിൽ ഈ പറയുന്ന ബഡ്ജറ്റിൽ നമുക്ക് പണം തുക കിട്ടിയില്ല എന്ന് പറയുന്ന സംബന്ധിച്ച് ഒരുപാട് പരിമിതികളുണ്ട്. ആ വിഷയത്തിന് മേലെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഓപ്പൺ റിവോൾട്ട് നടത്താൻ കഴിയാത്തത്? എന്തുകൊണ്ട് നടത്തില്ല? ഈ ഓപ്പൺ റിവോൾട്ട് നടത്തുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം ഒന്ന് മാത്രമാണ്. ഓപ്പൺ റിവോൾട്ട് നടത്തിയാൽ അറിയാം ഇദ്ദേഹത്തിന്റെ സ്ഥാനം, ഇദ്ദേഹത്തിന്റെ മക്കളുടെ സ്ഥാനവും ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സ്ഥാനവും എവിടെയായിരിക്കും അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യമുണ്ടത്. ജനങ്ങളെ പാർട്ടിയിലെ ഓരോ CPM രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന സന്ദേശമാണ് ശ്രീ പാണ്ഡ്യാല ഷാജി നൽകിയത്. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, അങ്ങേക്ക് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ആരാണ് നടത്തിയില്ലെന്ന് പറയുന്നത്? ഒരു സെക്കൻഡ് ഓപ്പൺ റിവോൾട്ട് അല്ലേ നടത്തിയിട്ടുള്ളത്? അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഓപ്പൺ റിവോൾട്ട് VS-ന്റെ കാലത്ത്, അതിനുശേഷം ഒന്നും ഉണ്ടായിട്ടില്ല. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ അങ്ങേക്ക് കൺക്ലൂഡ് ചെയ്യാം.
അവസാനിപ്പിക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്ന് അവസാനിപ്പിക്കാം. അതായത് Okay. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ രാജസ്ഥാനിലെ ഒരു സീറ്റ്, ആ സീറ്റിൽ 2019 CPM-ന്റെ ഇതേ സ്ഥാനാർത്ഥി ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ അങ്ങോട്ട് 30,000 വോട്ടാണ് കിട്ടിയത്. ആ സ്ഥാനാർത്ഥി ഇത്തവണ അവിടെ ജയിച്ചു. ആ ജയിച്ച ഒരു സീറ്റ് കിട്ടിയതോട് കൂടിയാണ്, അത് പ്യോർ കോൺഗ്രസിന്റെ മാത്രം സഹായത്തോട് കൂടിയിട്ടാണ് അവർക്ക് ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം നിലനിൽക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, CPM കോൺഗ്രസ് പോലുള്ള പാർട്ടികളെ ആശ്രയിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ നിലനിൽപ്പ് ഉറപ്പുവരുത്തുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ അവർക്ക് പ്രത്യേക നയപരിപാടിയോ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേറിട്ട് നിൽക്കാനൊന്നും പറ്റില്ല. ഈ ഇപ്പോഴുള്ള പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗമായി അവർ നടത്തുന്ന പരിപാടികളുടെ ഭാഗമായി നിലനിൽക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മള് ഒരു ഈ പിണറായി സർക്കാരിന്റെ ചെയ്തികളുടെ ഫലമായി പിണറായിക്ക് അധികാരം നഷ്ടപ്പെടുകയാണെങ്കിൽ വലിയ ഗുരുതരമായ പ്രതിസന്ധി CPM നേരിടേണ്ടി വരും എന്നുള്ളതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചില്ല, ഭരണം നിലനിർത്താൻ സാധിച്ചാലും അത് അതിലേറെ കുഴപ്പമാവും. കാരണം ത്രിപുരയിൽ അധികാരത്തിൽ 25 കൊല്ലം ഇരുന്നതിന്റെ ഫലം അന്ന് അനുഭവിക്കുന്നത്, പശ്ചിമ ബംഗാളിൽ 34 കൊല്ലം തുടർച്ചയായി ഭരിച്ചതിന്റെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത്. അപ്പൊ തുടർച്ചയായ ഭരണവും CPM-നെ നശിപ്പിക്കും. അതല്ല, ഇത്തവണ ഭരണം നഷ്ടപ്പെട്ടാലും CPM-ന് വലിയ പ്രതിസന്ധി ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ചെറുത്താനും കടലിനും നടുക്കാണ് CPM എന്നതാണ് രാഷ്ട്രീയം. ഓക്കെ. കേരളത്തിൽ BJP-യുടെ വളർച്ച അടിസ്ഥാന വോട്ടുകൾ ചോർത്തിക്കൊണ്ടാണെന്ന പാർട്ടി കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന് 6 മാസത്തിനിടയിലാണ് കണ്ണൂരിൽ നിന്നും ഈ ആശങ്ക CPM പങ്കുവയ്ക്കുന്നത്. ഈ 1.5 മണിക്കൂർ ജനഡിബേറ്റ് ഈ വിഷയമാണ് ചർച്ച ചെയ്തത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും. ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകും. നമസ്തേ.